ആരാണ് ആരാണ് പിന്നെ ആ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത്? ആരാണ് ഇന്നലെ അങ്ങാടിയിൽ പ്രശ്നമുണ്ടാക്കിയത്? ഇതൊക്കെ പറയുമ്പോ, ഇതൊക്കെ നാട്ടുകാര് ഒരു തവണ ചോദിക്കുമ്പം അല്ലെങ്കിൽ സംഭാഷണമായിട്ട് മാറുമ്പോൾ, അത് നമ്മളെ ബാലേട്ടന്റെ മോനാണ്, അച്ഛനേക്കാളും മോശമാണ് ആളുടെ സ്ഥിതി, വളരെ മോശമാണ്, വെറും കുടിയാണ്. അപ്പോ എൻ്റെ നാട്ടുകാര് ഒരു തവണ ഈ പറയുന്ന ഞാൻ എന്ന വ്യക്തിയെ ആരാണ് അയാൾ എന്ന് ചോദിച്ചാൽ, രാവിലെ കുടി തുടങ്ങുന്ന മനുഷ്യൻ എന്ന രീതിയിൽ, പിന്നെ പറയുന്നത് മറ്റൊരാളെ പിൻബലത്തിൽ അച്ഛന്റെ ഒരു ഔദാര്യത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഈ കുടുംബക്കാരുടെ ഇടയിൽ സംസാര വിഷയമാകുമ്പോൾ പലപ്പോഴും ശശിന്റെ മരുമകനാണ്, പ്രേമരാജന്റെ, അറിയില്ലേ, ആ സിവിൽ സ്റ്റേഷനിലെ ജോലി ചെയ്തില്ലേ, അവന്റെ മരുമകനാണ് ഇന്നലെ കല്യാണ വീട്ടിൽ, ഇന്നലെ നമ്മളെ ബന്ധുക്കളുടെ വീട്ടിൽ ഇങ്ങനെ കുടിച്ചിട്ട് പ്രശ്നമാക്കിയത്. അപ്പൊ അത് മാത്രമേ വിനയൻ എന്നൊരു വ്യക്തിയെ കുറിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടുള്ളൂ. ഞാനും ഒരു വേള എൻ്റെ മനസ്സിലൂടെയും ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോ എന്ത് നിർത്തിയിട്ട്, ഇനിയിപ്പോ എന്ത് ജീവിതം, എങ്ങനെയായിട്ട് പോവാം. അപ്പൊ എന്നെ കുറിച്ചിട്ടും എനിക്ക് കുടി നിർത്താൻ കഴിയാത്ത ഒരു മനുഷ്യൻ ആയിപ്പോയി ഞാൻ എന്ന ഒരു തോന്നൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് മദ്യപാന ആസക്തിയുടെ അതിതീവ്ര ഘട്ടങ്ങളുടെ ഒരു ഘട്ടം, അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തും. അവസാന ഘട്ടം എന്നൊരു സാധനം ഇല്ല ഇതിൽ, അതിനും അവസാനങ്ങളിലാണ് മരണങ്ങൾ. അപ്പോ ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ എന്നെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ എന്നെ അറിയപ്പെട്ട, ഞാൻ ആദ്യമായിട്ട് എന്നെ കുറിച്ചിട്ട് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാനൊരു അമിത മദ്യാസക്തനാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയുടെ സഹായം കൊണ്ടും ഇന്ന് ഈ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിനയൻ. യെസ്. അപ്പൊ ഈ ഒരു കാര്യം വളരെ വ്യത്യസ്തമായ രീതിയിൽ നിലനിൽക്കുന്ന എല്ലാ എൻ്റെ കുറിച്ചുള്ള അറിവുകളെയും ധാരണകളെയും, എന്നെക്കുറിച്ച് മറ്റുള്ളവർ, എൻ്റെ കുടുംബം ഇത്രകാലവും പറഞ്ഞ കാര്യങ്ങൾ, എന്നെക്കുറിച്ച് ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങൾ, നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒറ്റയടിക്ക് മലർത്തിയടിക്കുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ കുറിച്ച് സംസാരിച്ചു ആദ്യത്തെ ദിവസം. ഇതാരും എനിക്ക് നോട്ട് എഴുതി തന്നതല്ല, ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് എന്നോട് ആരും ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം കേട്ടു, മറ്റൊരു സുഹൃത്ത് അവിടെ പറയുന്നു, അജ്ഞാതനായ സുഹൃത്ത് പറയുന്നു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതിയാണ്, അദ്ദേഹത്തിന്റെ രീതിയെ മാറ്റി. ഞാൻ ഒരു പെരുംകുടിയനാണ്, ഞാൻ കുടി നിർത്താൻ കഴിയാത്ത ആളാണ്, എൻ്റെ നാട്ടുകാർ എന്നെ കുടിയൻ എന്ന് വിളിക്കുന്നു, എൻ്റെ ബന്ധുക്കൾ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതൊക്കെ, അല്ലെങ്കിൽ അവഹേളനങ്ങളും പ്രതീക്ഷയില്ലായ്മയും ഒക്കെ തകിടം മറിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു അയാൾ അമിത മദ്യപാന രോഗിയാണ്. ആ ആദ്യത്തെ പങ്കുവെക്കൽ, ഇന്നത്തെ വിഷയം അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഷെയറിങ്, മോചനത്തിന്റെ ഒരു രക്ഷാമാർഗം, അല്ലെങ്കിൽ ഒരു രക്ഷാമാർഗം. ഒട്ടനവധി രക്ഷാമാർഗങ്ങൾ ഈ ലോകത്തിൽ അവൈലബിൾ ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിലും ഒട്ടനവധി സംവിധാനങ്ങളുണ്ട്. അതിൽ ഒരു രക്ഷാമാർഗം ഷെയറിങ്. ഈ പറയുന്ന ഒരു മനുഷ്യന്റെ ഷെയറിങ്, അയാളുടെ പങ്ക് വെച്ചു, ആ പങ്ക് ഞാൻ എടുത്തു, മാനസികമായിട്ട് എടുത്തു. അടുത്ത ആളുടെ ഷെയറിങ്ങിലും ഞാൻ ഇത് തന്നെ കേട്ടു, ഐ എം ആൻ ആൽക്കഹോളിക് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. പിന്നെ അദ്ദേഹം അത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, മൈ നെയിം ഈസ് എക്സ് ഓർ വൈ. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിൽ കേട്ട ആദ്യത്തെ ഷെയറിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി അയാൾ ആരാണ് എന്ന് അയാളോട് തന്നെ പറയുന്ന രീതിയിൽ ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ എൻ്റെ ഊഴം വന്നു. ആദ്യത്തെ മീറ്റിങ്ങിൽ എന്നോട് അവിടുത്തെ കാരണവർ അല്ലെങ്കിൽ മുതിർന്ന അംഗം, നമ്മൾ ഓൾ ടൈമർ അല്ലെങ്കിൽ
അങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ അവിടുത്തെ ഒരു പഴയ ആള് എൻ്റെ അടുത്ത്, മുതിർന്ന അംഗം എന്നോട് പറഞ്ഞു, മോനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഇവരൊക്കെ പറഞ്ഞത് നീ കേട്ടില്ലേ, ഇവരൊക്കെ പറഞ്ഞത് കേട്ടപ്പോ നിനക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ കഥയാണല്ലോ, നിങ്ങളെങ്ങനെ എന്നെ പറ്റി മനസ്സിലാക്കി? ഇവരൊക്കെ പറഞ്ഞതിൽ ഞാനുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയാം. ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്താണോ അവിടെ കേട്ടത് അതുപോലെ ഞാനും പറഞ്ഞു. ഞാനൊരു അമിത മദ്യപാനിയാണ്. മദ്യപാന രോഗാവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വല്ലാതെ കുടിക്കുന്നുണ്ട്, നിർത്താൻ കഴിയുന്നില്ല. ഇന്നത്തെ ദിവസം ഈ നേരം ഞാൻ കുടിച്ചിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ അതുവരെ പെട്ടെന്നൊരു ദൈവത്തെ കണ്ടെത്തിയ ഒരു സഹായം കൊണ്ടോ ഒന്നുമല്ല, ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല. എന്തായാലും ഈ കേട്ടതിൻ്റെയൊക്കെ വക്കവും മൂലയൊക്കെ സ്പർശിച്ചുകൊണ്ട് ഞാനും എന്നെക്കുറിച്ച് പറഞ്ഞു, സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഈ കൂടി കുടിക്കുന്ന സംവിധാനത്തിൽ നിന്നൊക്കെ ഞാൻ തെറിച്ചു പോയിട്ടുണ്ട്. കാരണം കൂട്ടുകാരില്ല, അല്ലെങ്കിൽ ഉള്ളവർ എന്നെ കൂട്ടില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള കുടികളുടെ ഘട്ടങ്ങളിൽ പലപ്പോഴും എൻ്റെ ആത്മവേദനകൾ ഈ ഗ്ലാസിനോടും പാത്രങ്ങളോടും ബാറിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ വെയിറ്ററൊക്കെ വന്ന് പലപ്പോഴും എൻ്റെ തോളിൽ തട്ടിയിട്ട്, എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊച്ചത്തിലാ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ വിത്തൗട്ട് ആൽക്കഹോളിൽ എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്നത് എൻ്റെ പ്രശ്നങ്ങൾ, ഒരു കുടിയനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രോഗമാണെന്ന ഒരു തിരിച്ചറിവിന്റെ മുന്നേ, ഈ ഒരു കൂട്ടായ്മയിൽ എത്തുന്നതിന്റെ മുന്നേ 100 കൂട്ടം പ്രശ്നങ്ങളാണ് കാരണം എന്നൊരു ധാരണയിലാണ് കുടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങള് പറഞ്ഞതോടുകൂടി എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചൊരു അനുഭവം ഉണ്ടാവുകയും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഏകദേശം വർഷങ്ങളോളം ഈ കുടിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്തിനിത്ര കുടിക്കുന്നു, അവസാനം ഇനിയും എന്തിന് ഈ പെഗ് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഉറങ്ങണമെങ്കിൽ, ഡെഡ് സ്ലീപ്പ്, ഒരു മരിച്ച ഉറക്കം, ചത്ത ഉറക്കം കിട്ടണമെങ്കിൽ ഒരു ഇറ്റുകൂടി വേണം. ഇതായിരുന്നു ഒരു പ്രതിവിധി. അപ്പൊ അതില്ലാതെ ഞാൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങിയൊരു ഓർമ്മ എനിക്ക് ഈ സമയം കടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? പങ്കുവെച്ചതും മറ്റാരെല്ലാമോ പങ്കുവെച്ചതും പങ്കെടുത്തതും ഞാൻ പങ്കുവെച്ചതും അവരാ പങ്കെടുത്തതും അത്ഭുതകരമായ മോചനത്തിന്റെ ഒരു ആദ്യത്തെ സ്പർശം അല്ലെങ്കിൽ സ്ഫുരണം, ഒരു 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 തിരുനാളം, വെളിച്ചം പോലെ ഞാൻ അനുഭവിച്ചു. വീണ്ടും എന്നെ മീറ്റിങ്ങിലേക്ക് ആകർഷിച്ചത് എൻ്റെ പ്രശ്നങ്ങൾ അവിടെ കേൾക്കാം എന്ന ഒരു ചിന്ത, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാം എന്നൊരു ചിന്ത വീണ്ടും ആ മീറ്റിങ്ങിലേക്ക് എന്നെ ആകർഷിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിലെ പിന്നീടുള്ള തുടർച്ചയുള്ള യാത്രയിൽ പലപ്പോഴും പിന്നീട് മനസ്സിലായി, ഈ ബിഗ് ബുക്ക് എന്ന് പറയുന്ന ഒരു കാര്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലെ വ്യക്തിഗത കഥകൾ, അനുഭവങ്ങൾ, മദ്യാസക്തരുടെ ജീവിതങ്ങൾ വളരെ വ്യക്തമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഒരു ഭാഗം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. എവിടെ വായിച്ചൊരു ഓർമ്മയും എനിക്കുണ്ട്. ബിഗ് ബുക്ക് ഇത്രയും പ്രചാരത്തിലാവാനുള്ള ഒരു കാരണം അതിൻ്റെ ഈ പറയുന്ന ജീവിത രീതി എന്നതിനേക്കാൾ ഉപരി, വളരെ പ്രധാനമാണ് ജീവിത രീതി, ആളുകളുടെ അല്ലെങ്കിൽ മദ്യാസക്തി മൂലം ദുരിതം അനുഭവിച്ച ഒരു കൂട്ടം ആളുകളുടെ ജീവിത തീച്ചൂള, പൊള്ളൽ, കരിയൽ, വാടൽ, ഉയർത്തെഴുന്നേൽപ്പുകൾ, വെള്ളം ചേർക്കാത്ത അനുഭവങ്ങൾ. അപ്പോ മറ്റൊരു മദ്യാസക്തനെ ഇത്രയേറെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു അനുഭവ പങ്കുവെക്കലുകൾക്ക് ഇത്രയേറെ ശക്തിയുണ്ട് എന്നത് ആ പുസ്തകം തന്നെ സാക്ഷിയാണ്. ഇവിടെ നമുക്കറിയാം, ബിഗ് ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ആമുഖം, മുഖവുര, ആദ്യം തന്നെ പറയുന്നു എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നത്.
അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ ഷെയറിംഗ് തങ്ങളുടെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ എൻ്റെ ഒരു ഈ പറയുന്ന കാര്യത്തിൽ തങ്ങളുടെ നമ്മൾ എന്നൊക്കെ ഉള്ളിടത്ത് ഞാൻ എന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ എളുപ്പം കാര്യങ്ങൾ പിടികിട്ടാറുണ്ട്. ഈ ബിഗ് ബുക്കിൽ പലയിടത്തും അല്ലെങ്കിൽ 12 പടികൾ പാരമ്പര്യങ്ങളാണെങ്കിലും ഇപ്പൊ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷന്റെ ഹെഡിങ്ങിലൂടെ എനിക്ക് എന്തോ വല്ലാത്തൊരു വിയോജിപ്പ് തോന്നി. ആ നമ്മൾ എന്ന വാക്ക് കേൾക്കുമ്പോഴേക്ക് ഒരു സാമാന്യവൽക്കരിക്കലും ഒരു പൊതുവായ ഒരു പ്രശ്നം അതിലൊരു കാര്യം എന്നൊരു കാര്യത്തിൽ മാത്രം ആ സീരിയസ് കൊടുക്കൽ വളരെ കുറവായി പോകാറുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് എന്നൊരു വാക്ക് മാറ്റി സ്ഥാപിക്കുമ്പം കുറച്ചുകൂടി ഗൗരവപൂർവ്വം ആ വിഷയത്തെ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ എൻ്റെ പൊതു പ്രശ്നമായ അമിത മദ്യപാനാസക്തി എനിക്ക് ആ പ്രശ്നമുണ്ട് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ അപ്പൊ എനിക്കൊരു മോചനം കിട്ടിയാൽ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനാവുന്നു. അതിന് ഞാൻ ചെയ്യുന്ന ഒരു മാർഗം ആൽക്കഹോളിക്സ് അനോണമസിന്റെ ആമുഖത്തിലെ ആദ്യത്തെ വരികൾ എന്താണ് എ എന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒരു ഉത്തരം എയുടെ ആമുഖം തന്നെയാണ്. എൻ്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും എനിക്ക് പരസ്പരം പങ്കുവെക്കാനുണ്ട്. അപ്പം മറ്റൊരു ഭാഗം ഓപ്പോസിറ്റിലുണ്ട് പരസ്പരം. അവർക്ക് പറയാനുള്ളത് എന്നോടുമാണ്. രണ്ടു കൂട്ടരും നടക്കുന്നത് പങ്കുവെക്കലാണ്. ആ പങ്കുവെക്കൽ എന്താണ് എന്നും ആമുഖം പറയുന്നു. സ്വപ്ന ലോകത്തിലെ ചിന്തകളോ അല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു കഥാപ്രസംഗമോ ഇങ്ങനൊരു വിഷയം ഒരു മൈതാന പ്രസംഗമാക്കലോ ഒന്നും തന്നെയല്ല. സ്വന്തം ജീവിതം, അനുഭവം, ശക്തി, പ്രതീക്ഷ കഴിഞ്ഞു. അതിലൂടെ ആദ്യം കിട്ടുന്ന പരിഹാരം എൻ്റെ ഒരു പൊതു പ്രശ്നം. എന്താണ് ഈ പൊതു പ്രശ്നം? എന്നെയും എന്നോട് ബന്ധപ്പെട്ട മേഖലകളെയും മൊത്തത്തിൽ ബാധിച്ച പ്രശ്നത്തെ പൊതുപ്രശ്നം എന്ന് പറയുന്നു. ഇപ്പോ ഞാനിവിടെ ഇരിക്കുന്നു, ഈ സിഗരറ്റ് വലി എനിക്ക് വല്ലാതെ കൂടി വരുന്നു. ഞാനൊരു കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പിലാവുന്നില്ല. കടുപ്പമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പിലാവുന്നില്ല. അങ്ങനെ ഒട്ടനവധി ശ്രമങ്ങളും വീഴ്ചകൾക്കും ശേഷം ഈ കഴിഞ്ഞ 24 മണിക്കൂർ ഞാൻ ഇപ്പോ പുകവലിക്കാതെ ഇരിക്കുന്നു. ഈ പുകവലിക്കാതെ ഇരിക്കുന്നു എന്നൊരു ഒറ്റ കാര്യം ഞാൻ ഇപ്പൊ റീസെന്റ് ചെയ്തൊരു അനുഭവം ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞൊരു ഏകദേശം 24 മണിക്കൂർ ആവുന്നു. രാത്രി 11:15 ഏകദേശം ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ഒരു 24 മണിക്കൂർ ആവും. അപ്പൊ 23 മണിക്കൂറൊക്കെ ഏകദേശം ആവുന്നു. എൻ്റെ ആ ഒരു നടപടി എന്നെ ആകെ അസ്വസ്ഥനാക്കുന്നു. വിഡ്രോവൽ സിൻഡ്രം, ദേഷ്യം കൂടുന്നു. ഷിബുവിന് ഈ പ്രശ്നം അറിയില്ല. ഷിബുവിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു കാള് വന്നു, ഇന്ന് നമുക്കൊരു ഒരുമിച്ച് സംസാരിക്കാൻ ഒരു മീറ്റിങ്ങിൽ മിഡ് നൈറ്റിൽ നമുക്കൊന്ന് ഒത്തുകൂടിയാലോ, നിങ്ങൾ കുറച്ചധികം സംസാരിക്കണം. വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല, ഒരു ഷെയറിങ് അത്രമാത്രം. അപ്പോ ഞാൻ ആ സമയം ഷിബു ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഈ ഒരു ആസക്തിയുടെ ഒരു തീവ്രതയുള്ള പ്രശ്നമാണ് എനിക്ക് ഈ സ്മോക്കിംഗ്. കടുത്ത അവസ്ഥകളിലൂടെ പോകുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ ഇന്ന് റിക്കവറിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ക്ഷീണമുണ്ട് എനിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് എന്തോ അറിയില്ല, വിഡ്രോവൽ സെൻ്ററാണ്, മണിക്കൂറുകളോടെ ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. അപ്പൊ ഇത് ഷിബുവിന് അറിയില്ല. എൻ്റെ വീട്ടില് അവർക്ക് പിന്നെ ഇത് കുറെ കാലം ഈ ചങ്ങായി കളിക്കുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, നിർത്തുന്നു. അതുകൊണ്ട് ഓരത് മൈൻഡ് ചെയ്യുന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ ഷിബു ഇന്ന് നമുക്ക് മിഡ് നൈറ്റിൽ കൂടി ഇരിക്കണം എന്ന് പറയുന്നു. അത് ഏൽക്കണം ആഗ്രഹം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സമ്മതിക്കാത്ത. അപ്പോൾ ഒരു പൊതു പ്രശ്നം എന്ന് പറയുമ്പോൾ എൻ്റെ മറ്റ് സറൗണ്ടിങ്സിനും കൂടി ബാധിക്കുന്നു. അത് പറയാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ എൻ്റെ കുടി മൂലം ബീവറേജിനൊരു പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ കുടി മൂലം കൂടെ കുടിച്ചവനും അവനെന്നെ കൂട്ടാതിരുന്നു മാത്രം അവൻ്റെ കുടി നടന്നിട്ടുണ്ട്. എൻ്റെ കുടി കാരണം അല്ല, കുടി നിർത്തിയത് കാരണം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ കള്ള് ഷാപ്പ് അടച്ചു പൂട്ടിയതുമില്ല. അവർക്കും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഈ പൊതു പ്രശ്നം?
ഞാൻ കാലങ്ങളോളം എൻ്റെ കുടി കാരണം അനുഭവിച്ച പ്രയാസങ്ങളും എൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളും കുടിയില്ലാതെ ജീവിക്കാൻ എനിക്ക് പ്രശ്നമാകുന്നു. പൊതു പ്രശ്നം എന്നാ പറയുന്നത്. ഇത് വളരെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്തിനാണോ ഇങ്ങനെ കുടിക്കുന്നത്? ആകെ ജീവിതം പ്രശ്നത്തിലാടോ. കുടിക്കാതെ ഇരിക്കാനൊന്നും കഴിയൂല. പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഏതൊരു നവാഗതന് ഏതൊരു മീറ്റിങ്ങിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഈയിടെ കടന്നു വന്നിരിക്കുന്ന അതിജീവനം അതീവ ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന ഒരു നവാഗതനോട് ഞാൻ പറയുന്നു, പ്രശ്നങ്ങളിലാണ് കുടി. പ്രശ്നം കുടി നിർത്തിയത് കൊണ്ടും വരുന്നത് സ്വാഗതം ചെയ്യുന്നത് പ്രശ്നത്തിലേക്കാണ്. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു, അത്തരം കാര്യങ്ങൾക്ക് ആ രോഗത്തിന് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം. അതിനുവേണ്ടി നമ്മൾക്കൊന്ന് ഒത്തുകൂടാം. അതിനുവേണ്ടി നമുക്ക് പങ്കുവെക്കാം. ഷെയറിങ് രോഗമോചനത്തിന്റെ ഒരു തുടക്കം. അപ്പോൾ ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബുക്കിലെ ആമുഖം അവസാനിപ്പിക്കുന്നു. ബിഗ് ബുക്ക് വീണ്ടും പറയുന്നു, മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, ഈ അംഗത്വത്തിന് ആവശ്യമായ ഒരു കാര്യം മദ്യപാനം നിർത്താനുള്ള ആഗ്രഹമാണ്. ഷെയറിങ് ചെയ്യാനുള്ള യോഗ്യതയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മദ്യപാനം നിർത്താനുള്ള യോഗ്യതയാ ഈ അംഗത്വത്തിന് ഉള്ള യോഗ്യത. അനുഭവങ്ങൾ ഇത്ര കിലോ വേണം എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞിട്ടില്ല. കേട്ടത് അപ്പടി വിഴുങ്ങണം എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പൊതു പ്രശ്നമായിട്ട് നിങ്ങൾ ഇത് അംഗീകരിച്ചേ പറ്റൂ എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വിട്ടു തന്നുകൊണ്ട് പറയുന്നു, അംഗത്വത്തിന് ഒരേ ഒരു കാര്യം, മദ്യപാനം കുടി നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ലയോ, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് കുടി നിർത്തിയാൽ മതി, യോഗ്യത, കുടി നിർത്താനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ആ വ്യക്തി ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് കുടി നിർത്തണം എന്നൊരാഗ്രഹം വരുന്നത് എവിടെ നിന്നാണ്? കുടി ഒരു പ്രശ്നമായപ്പോഴാണ്. നിങ്ങളുടെ മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം. നമുക്കറിയാം, നമ്മളുടെ PI പ്രോഗ്രാമുകളിലും പബ്ലിക് ഇൻഫർമേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റിക്കറുകളുടെ ഒരു വാചകമാണത്. നിങ്ങളുടെ മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നക്കാരായ ആളുകൾക്ക് കുടി നിർത്തണം എന്നൊരു ആഗ്രഹവുമായിട്ട് എയിൽ വരുമ്പോൾ അത് എയിൽ ചേരാനുള്ള യോഗ്യതയാണ്, അംഗത്വത്തിന്. പക്ഷേ രോഗശമനത്തിന് ആൽക്കഹോളിക്സ് അനോണിമസ് ഇതും പറയുന്നത് ഈ പറയുന്ന വരികളും പറയുന്നത് മുഖവുരയിലാണ്, ആമുഖത്തിലാണ് പറയുന്നത്. അതേ ആമുഖം തന്നെ ആദ്യം പറയുന്നു, നിങ്ങളുടെ പൊതുപ്രശ്നത്തിനുള്ള പരിഹാരത്തിന് നിങ്ങൾക്ക് അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ നടപ്പിലാക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തത് കൊണ്ടോ അംഗങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേരുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആമുഖം പറയുന്ന ആദ്യത്തെ കാര്യത്തിൽ ഒരു മടി പിടിച്ച് നിൽക്കുന്ന അവസ്ഥ വരികയും ചെയ്യാറുണ്ട്. വീണ്ടും കുടിയിലേക്ക് തിരിച്ചു പോയ ആളുകൾ വീണ്ടും മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹവുമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി എപ്പോൾ പോകുന്നോ എപ്പോൾ തിരിച്ചു വരുന്നോ എനിക്കും അറിയില്ല. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്, പൊതു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ ആൽക്കഹോളിക്സ് അനോണിമസ് നിർദ്ദേശിക്കുന്ന കാര്യം ആദ്യം നടപ്പിലാക്കുക എന്നതാണ്. അത് നടപ്പിലാക്കിയാലും രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്ന അംഗത്വത്തിനുള്ള യോഗ്യത വീണ്ടും നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും മടങ്ങിപ്പോവാൻ തിരിച്ചു വരാം, നിങ്ങൾ ആരും തടയില്ല. അപ്പോ ഈ ആമുഖം തന്നെ നിങ്ങളുടെ കൂടി ഞങ്ങൾ നിർത്തിത്തരാം എന്ന് പറയുന്നില്ല. ആമുഖം തന്നെ നിങ്ങൾ നിർബന്ധമായും അനുഭവം പങ്കുവെക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു പൊതു പ്രശ്നത്തിനൊരു പൊതു പരിഹാരമുണ്ട് എന്ന് പറയുന്നു. ആ പരിഹാരത്തിന്റെ പേര് മാത്രമാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണ്, ഷെയറിങ്. എന്താണ് ഈ ഷെയറിങ്? എൻ്റെ ഈ പങ്കുവെക്കലുകളിൽ കൂടുതലും മിക്കവാറും എൻ്റെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോവുക, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കാം, എൻ്റെ വീക്ഷണ കോണുകളായിരിക്കാം. ഇതൊന്നും തന്നെ
ഈ പറയുന്ന എൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അവസാന വാക്കുകളായിട്ട് ആരും ഏറ്റെടുക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോൾ ആദ്യം ഓർത്ത കാര്യം, മിഡ് നൈറ്റ് മീറ്റിംഗിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ഒരു അജ്ഞാതനായ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ പേര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, കാരണം തുടക്കകാലത്തായതുകൊണ്ട് കണക്ഷൻസ് വളരെ കുറവാണ് അംഗങ്ങളായിട്ട്. പക്ഷെ ആ മീറ്റിങ്ങിൽ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും എപ്പോഴും നിൽക്കാറുണ്ട്. ആ സുഹൃത്ത് പേരെനിക്ക് ഓർമ്മയില്ല, ആരാണെന്ന് അറിയില്ല, പിന്നീട് ആ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഷെയറിങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നാവ് എൻ്റെതാണ്, പക്ഷേ സംസാരിക്കുന്നത് ദൈവമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു രത്ന ചുരുക്കം, മറ്റൊരു ശക്തി എങ്ങനെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നു എന്നത് ആ 2 വരികളിൽ എനിക്ക് വായിച്ചെടുക്കാനായി അദ്ദേഹത്തിന്റെ ഷെയറിങ്ങിൽ. നാവ് എൻ്റെതാണ്, സംസാരിക്കുന്നത് ദൈവമാണ്. അപ്പോ ഈ 2 പ്രവർത്തനങ്ങൾ, കുടി നിർത്തണമെന്ന ആഗ്രഹമാണ് നാവ്, നിലനിർത്തി കൊണ്ടുപോകണം എന്നൊരു സഹായമാണ് ദൈവം. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേണമെങ്കിൽ ഇതിന് കൊടുക്കാം. ആ വ്യക്തി അത് പങ്കുവെച്ചപ്പോഴാണ് ഈ ഒരു കാര്യം, എന്നിലൂടെയും എനിക്ക് സംസാരിക്കാൻ ഒരു ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്, എൻ്റെ നാവ് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാനാവില്ല. വീരവാദങ്ങൾ ഞാൻ ഇതിന്റെ മുന്നേ മുടക്കിയിട്ടുണ്ട്. കുടിനിർത്തൽ സത്യപ്രതിജ്ഞകൾ ഒരുപാട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നാവ് എൻ്റെതാണ്. പക്ഷേ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, അപ്പോൾ ഓരോ അംഗങ്ങളിലൂടെയും ഈ പരസ്പര വിശ്വാസത്തിന്റെ ഈ പങ്കുവെക്കൽ നടത്തുന്നത് മറ്റൊരു ശക്തിയുടെ സഹായത്തോടെയാണ് എന്നതാണ് ഈ രോഗശമനത്തിന്റെ ഒരു അത്ഭുതകരമായ പരിഹാര മാർഗം. അങ്ങനെയാണെങ്കിൽ സംസാരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് ദൈവത്തിന് എവിടെ അവസരം? ഇപ്പൊ ഷെയറിങ്ങിന്റെ പ്രാധാന്യം പറയുമ്പോൾ ദൈവത്തിന്റെ പ്രാധാന്യവും ആൽക്കഹോളിക്സ് അനോണിമസിനോട് ഒട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, മാനസികം, വൈകാരികം, പലതരത്തിലുള്ള പേരുകളിലൂടെ, കിരീടങ്ങളിലൂടെ ആത്മീയ പരിവേഷം കൂടി ഈ ലോകത്തിനുണ്ട്. ആത്മീയം എന്ന് പറയുമ്പോഴേക്ക് ദൈവം എന്ന് വിശ്വസിക്കേണ്ട, അത് മറ്റൊരു തലമാണ്, ദൈവം മറ്റൊരു തലമാണ്. പക്ഷേ പരസ്പരമായി ബന്ധപ്പെടുന്ന കുറെ അനുകൂല ഘടകങ്ങൾ ഈ ആത്മീയതയ്ക്കും ദൈവത്തിനും ഇടയിൽ എവിടേക്കോ ഉണ്ട്. നിരീശ്വരവാദി അല്ലെങ്കിൽ ആജ്ഞേയവാദി, വിശ്വാസമില്ലാത്തവൻ, അവന്റെ സംബന്ധിച്ചിട്ടും ഈ പറയുന്ന ആ വിശ്വാസമില്ലായ്മ എന്ന ആ വലിയ തത്വം വലിയ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തെക്കാളും ആ വ്യക്തിയെക്കാളും വലിയൊരു തത്വത്തിലാണ് അയാൾ വിശ്വസിക്കുന്നത്. പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവം, നിഷേധം, അതൊക്കെയാണ് എൻ്റെ രീതി എന്ന് പറയുമ്പോൾ ആ തത്വത്തെ മുൻസ്ഥാനത്തിലാണ് ആ ആജ്ഞേയവാദി കൊടുക്കുന്നത്, വിശ്വാസമില്ലാത്തവൻ കൊടുക്കുമ്പോൾ ആ തത്വം ദൈവം വിശ്വാസിയെ സംബന്ധിച്ചിട്ട് വ്യക്തിയേക്കാൾ ദൈവത്തെ മുന്നിൽ സ്ഥാപിക്കുന്നത് പോലെ അദ്ദേഹം തത്വത്തെ മുന്നിൽ സ്ഥാപിക്കുന്നു. അതും ഒരു ആത്മീയതയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയ തത്വങ്ങൾ ആയിട്ട് ഈ ഒരു പ്രശ്നത്തിന്, ഈ ഷെയറിങ്ങിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഒരു പ്രിപ്പറേഷനും എനിക്കില്ല. മുന്നിലൊരു ബിഗ് ബുക്ക് ഉണ്ട്, ഒരു ഡയറി ഒക്കെ ഞാൻ ഷിബു പറഞ്ഞപ്പോൾ തന്നെ തയ്യാറാക്കി. ഒന്നും എനിക്ക് ഈ സമയം വരെ അതിൽ ചേർക്കാനോ എഴുതി ചേർക്കാനോ ഒരു റെഡിമെയ്ഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാനോ ഈ സമയം വരെ കഴിയാറുമില്ല. അങ്ങനെയുള്ളൊരു രീതിയല്ല എൻ്റെ പല ഷെയറിങ്ങുകളും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഈ രോഗശമനത്തിന് പറയുന്ന കാര്യങ്ങൾ രോഗശമനത്തിന് ഉപകാരപ്പെടുന്നതാണോ അല്ലയോ, ഇതും ഷെയറിങ്ങിന്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അനുഭവവും ശക്തിയും പ്രതീക്ഷയും എന്നത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കണം? എൻ്റെ പൊതുപ്രശ്നവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പല റീസെൻ്റ്ലി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിൽ പല നവാഗതർക്കും അവർക്ക് ശരിയായ നിർദ്ദേശം കൊടുക്കേണ്ട നവാഗതരല്ലാത്തവർ പലപ്പോഴും ഈ വിഷയം വേണ്ടത്ര രീതിയിൽ അവരെ ഷെയറിങ്ങിൽ ഉൾപ്പെടുത്താറില്ല എന്നൊരു പരാതിയും എനിക്കുണ്ട്. കാരണം ഒരു കാലത്ത് ഞാനൊരു നവാഗതനായിരുന്നു. എനിക്ക് ഒരു മനുഷ്യൻ അയാളെ പരിചയപ്പെടുത്തിയത് അയാളൊരു മദ്യപാന രോഗിയാണെന്നും അയാൾ ഇന്ന് കുടിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അയാൾ കഴിഞ്ഞകാല അനുഭവങ്ങളിലൂടെ അയാൾ സഞ്ചരിച്ചത് കേട്ടപ്പോൾ എൻ്റെ ജീവിതവും അതും തമ്മിൽ ബന്ധമുണ്ട്.
അന്ന് ആ സുഹൃത്ത് സംസാരിച്ചത് ഈ പറയുന്ന അമേരിക്കൻ നയങ്ങളെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അന്ന് രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, ചായ കുടിച്ചു, ദോശ തിന്നുന്ന ഷെയറിംഗ് ഒക്കെ ഇപ്പൊ ഈയിടെ കേട്ടു. വളരെ വർഷങ്ങൾ കഴിഞ്ഞ ആളുകളുടെ അടുത്ത് നിന്ന് കേൾക്കാറുണ്ട്. ദോശ തിന്നു, ഭാര്യ സമ്മന്തി ഉണ്ടാക്കി, എരിവ് കൂടി, ദേഷ്യം വന്നു, വൈകാരിക സുബോധം. എന്ത് ഷെയറിംഗ് ആണത്? എന്ത് സന്ദേശമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്? ഭാര്യ ദോശ ഉണ്ടാക്കലാണോ ഷെയറിംഗ്? അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നവാഗതർക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നു. എന്റെ കഴിഞ്ഞകാല മദ്യപാന ജീവിതവുമായി ബന്ധപ്പെട്ട് മോഡറേറ്റർ, ഹോസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ചില മൈക്കുകൾ അവിചാരിതമായി നിർഭാഗ്യവശാൽ ഓൺ ആവുന്നുണ്ട്. റിജിത്തിന്റെ മൈക്ക് ഓൺ ആണ്, സന്തോഷ് മൈക്ക് ഓൺ ആണ്. അപ്പൊ അത്ര മ്യൂട്ട് ചെയ്യാൻ ഹോസ്റ്റിന് പറ്റും, അല്ലെങ്കിൽ എന്നെ എനിക്കും പറ്റും. മ്യൂട്ടോളൊന്ന് കൊടുക്കട്ടെ കേട്ടോ ചേട്ടൻ. മൈക്കും തുറക്കണേ. മ്യൂട്ടോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കയറി വരുമ്പോ ഇതാവും. ചേട്ടൻ മൈക്ക് തുറന്നു. ഇനി ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ മ്യൂട്ടോൾ കൊടുക്കാണ്ടിരുന്നത്. പക്ഷെ ഓക്കെ, തുറന്നോളൂ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാലോ? കേൾക്കാം. ഓക്കെ. എനിക്ക് സംശയം, ഇതില് റിജിത്തിന്റെ മൈക്ക് ഓൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ സന്തോഷ് വരുമ്പോ അവരറിയാതെ ഓണായി പോകുന്ന. ഞാൻ മ്യൂട്ടോൾ കൊടുത്തിട്ട് അങ്ങനെയായി പോകും. ഓക്കെ, താങ്ക് യു. ഓക്കെ, തുടരാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കണക്ഷൻ കുറച്ച് വിട്ടുപോയി. ഈ പറയുന്ന മറ്റൊരു അംഗം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവ പാഠങ്ങളിലൂടെ പോയപ്പോഴാണ്, ഇത് എന്റെ പരിപാടിയാണിത്, ഇവൻ എന്റെ ആളാണ്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്റേതാണ് എന്നൊരു തോന്നൽ ഉളവാക്കാൻ, അല്ലെങ്കിൽ നവാഗതന് തോന്നൽ ഉളവാക്കാൻ. പറഞ്ഞില്ല, അത് അവിടെ പറഞ്ഞത്. അതെ, ദോശ ഉണ്ടാക്കി. ഇപ്പൊ അടുത്തിടെ കേൾക്കുന്ന ചില ഈ പറയുന്ന കമ്പാരറ്റീവ് സ്റ്റഡി, ഇതൊരു വ്യക്തിയുടെ പ്രശ്നമായിട്ടല്ല പറയുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റു, ഭാര്യ ദോശ ഉണ്ടാക്കി, ചട്നിക്ക് എരിവ് കൂടി, അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ചു, ഞാൻ വൈകാരിക സുബോധം, ഞാൻ ഇന്ന് കുടിച്ചില്ല. ദോശയാണോ കുടിരോഗം? ചട്നിയാണോ? സത്യത്തിൽ എന്താണ് ആ 10-27 വർഷക്കാരൻ അല്ലെങ്കിൽ 10-20 വർഷക്കാരൻ? എനിക്ക് കഴിഞ്ഞ ദിവസം കേട്ടൊരു ഷെയറിംഗ് ആണിത്. ആ മനുഷ്യൻ എന്ത് സന്ദേശമാണ് ദോശ തിന്നാൻ വകുപ്പില്ലാത്തവന് കൊടുക്കുന്നത്? ഭാര്യയും ഭർത്താവുമായിട്ട് ദിവസങ്ങളോളം ഈ കുടിപ്രശ്നമായിട്ട് തെറ്റിക്കിടന്ന് തീ പുകയാത്ത അടുപ്പുള്ള വീട്ടിലെ മദ്യാസക്തന് ഇവൻ തിന്ന ദോശയുടെ കണക്ക് പറഞ്ഞ സുബോധം പകരാൻ പറ്റുമോ? അപ്പൊ ഷെയറിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ അതാണ് അനുഭവവും ശക്തിയും പ്രതീക്ഷയും. എന്താണ് ഈ അനുഭവം? ദ പാസ്റ്റ്, അല്ലെങ്കിൽ എന്റെ കുടിയുടെ ബാധിച്ച പ്രശ്നങ്ങൾ. എന്താണ് എന്റെ ശക്തി? പ്രസന്റ്. എന്റെ ഈ കുടിയുടെ അതിജീവിച്ച ഘട്ടങ്ങൾ ഈ പ്രസന്റ്. എൻ്റെ ഫ്യൂച്ചർ എൻ്റെ പ്രതീക്ഷയാണ്. നാളത്തെ മണിക്കൂറുകൾ, അല്ലെങ്കിൽ അടുത്ത ഈ കുടി നിർത്തിയ ജീവിതം കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ. നാളെ ഇല്ല, സൂര്യൻ ഉദിക്കട്ടെ, ഉദിച്ചാലല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു സോപ്പിടൽ പരിപാടി മാത്രമാണ്. തൽക്കാലം ഒരു പുതിയ ആള് വരുമ്പോൾ നീ നാളെക്കുറിച്ച് ചിന്തിക്കണ്ട, നീ ഇന്നലെക്കുറിച്ച് ബേജാറാവണ്ട, നീ ഇന്ന് ഈ നിമിഷം ഈ മണിക്കൂർ കുടിക്കാതിരിക്കുന്നു പറയുന്നത് അവന് കൊടുക്കുന്ന ഹോർലിക്സ് ആണത്. അല്ലാതെ ഈ പറയുന്ന പഴമക്കാരന് കിട്ടുന്ന ദോശ പോലെയല്ല. അപ്പൊ താൽക്കാലികമായിട്ട് ഉള്ള ഒരു ശമനത്തിന് ഉള്ള ഒരു ഉപാധിയാണ് ഇന്നത്തെ സുബോധം. ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ നാളത്തെ എൻ്റെ ജോലിയെ ബാധിക്കും. ഇന്ന് എനിക്ക് എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയില്ലെങ്കിൽ എനിക്ക് നാളത്തെ ഒരു കസ്റ്റമർ നഷ്ടപ്പെടും. അപ്പൊ നാളത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ലക്ഷ്യം വെച്ച് പ്രതീക്ഷയോടുകൂടി എനിക്ക് ഇന്നത്തെ സുബോധം ഉപയോഗിക്കാം. അത് എൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആകർഷണീയമായ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശശുദ്ധിയുള്ള ഒരു പദ്ധതിയാണ് ഷെയറിങ്. അപ്പൊ അത്തരം ഷെയറിങ്ങിന്റെ അഭാവം ആൽക്കഹോളിക്സ് അനോണിമസിനോട് നവാഗതർക്ക് മടുപ്പുളവാക്കും. കാരണം സകലമാന അടവുകളും പയറ്റിയിട്ടാണ് ഒരു കുടിയൻ ഈ പരിപാടിയിൽ എത്തുന്നത്. ഒരാൾക്കും ഒരാളെ അളക്കാനുള്ള അളവുകോലുകളില്ല. അടിത്തട്ടലിന്റെ ആഴങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുക്കാനാവില്ല. അവന്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും നീറിയ മനുഷ്യനാണ്. അവന്റെ അവസ്ഥയെ, അവന്റെ സാഹചര്യം വെച്ചിട്ട് നീ ഒന്നുകൂടി പഴുത്ത് വായെന്നൊക്കെ പറയുന്ന മഹാന്മാരെ കണ്ടിട്ടുണ്ട്. ഈ പഴുപ്പൽ നിശ്ചയിക്കൽ ആരാണ്? അവന്റെ അവസ്ഥ ഗതികെട്ടിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. അവന് വേണ്ടത്ര പഴുപ്പ്, ഇപ്പൊ ചില പഴങ്ങൾ മുറിച്ചിട്ട് ചാക്കിലാക്കി വെക്കാറുണ്ട്. അതൊന്ന് ചന്ദനത്തിരി കത്തിച്ചിട്ടൊന്ന് പഴുപ്പിക്കാറുണ്ട്. അത് മൂക്കാതെ പഴുക്കാനല്ല, അത് ശരിക്കും അതിനെ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനാണ്.
വന്ന് കയറിയവൻ ഇനി കുടിയിലേക്ക് പോയാൽ ചിലപ്പോൾ തിരിച്ചെടുക്കാനാവാത്ത ആഴങ്ങളിലേക്ക് അവൻ മരണത്തിലേക്ക് പോകും. അവനൊരു സംരക്ഷണ കവചമാണ് ഈ ചാക്ക്, അല്ലെങ്കിൽ ഈ ചന്ദനത്തിന് കത്തിച്ച് വെച്ച് നമ്മളോടൊപ്പം കൂട്ടൽ. അവനോട് പറയുന്നത് ഒന്നുകൂടി ചില വ്യക്തിപരമായ രീതിയിൽ ചിലപ്പോൾ പഴുക്കലും ഒക്കെ ഉണ്ടായിരിക്കാം. ഇതൊക്കെ വാമൊഴി ഭാഷയായിട്ട് ഏതോ ഒരു മരമണ്ടൻ പഴമക്കാരൻ പറഞ്ഞത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ആവർത്തനങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കാം, പക്ഷെ അത് എല്ലാ കവുങ്ങിനും തെങ്ങിനും ഒരു തളപ്പിടുന്ന രീതിയിലാവരുത്. എല്ലാവരെയും ഒരേ കണ്ണിൽ കാണാനാവില്ല. അപ്പൊ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചിട്ട് വരുന്നൊരു കുടിയൻ ആൽക്കഹോളിക്സ് അനോണിമസിന് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലെ ഷെയറിങ്ങിൽ അപാകതകൾ ഉണ്ടോ എന്ന് ആ ഗ്രൂപ്പ് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ശരിയായൊരു സന്ദേശം കൊടുക്കാൻ പറ്റിയോ? ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒരു അധ്യക്ഷൻ എന്ന രീതിയിൽ തന്നെ ഈ പറയുന്ന മൈതാന പ്രസംഗങ്ങൾക്ക് പകരം ചെറിയ രീതിയിൽ ഈ പരിപാടിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തുവോ? എന്താണ് ആൽക്കഹോളിസം? ആൽക്കഹോളിസത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം. അതുകൊണ്ട് തന്നെ ഓരോ കുടിയനും ഞാനും കുറെ കാലങ്ങൾ ചെയ്തത് എല്ലാ പ്രശ്നങ്ങളെയും ആൽക്കഹോളിസത്തിൽ അങ്ങോട്ട് കെട്ടിയിട്ട് വളരെ സുരക്ഷിതമായിട്ട് മീറ്റിങ്ങിൽ ഇരുന്നു. തിരിച്ചു പോകുമ്പോൾ രോഗവുമായിട്ട് പോയി. ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാ പ്രശ്നങ്ങളും കെട്ടിയിടാനുള്ള ഒരു തൂണായിട്ട് ഉപയോഗിച്ചു. അത് എൻ്റെ ആൽക്കഹോളിസം കാരണം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമാണ്, ജീവിത രീതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് തിരിച്ചറിയാൻ വൈകിയോടത്തോളം ഡ്രൈ ഡ്രങ്ക് സ്റ്റേജുകൾ എന്നെ വീണ്ടും കുടിയിലേക്ക് എത്തിച്ചു. വരണ്ട മദ്യപാനം, കുടിക്കുന്നില്ല. മീറ്റിങ്ങിൽ ഞാൻ സ്വസ്ഥനാണ്, സമാധാനപ്രിയനാണ്, എനിക്ക് സുഖം അനുഭവിക്കാൻ കഴിയുന്നു. സമാധാനത്തിന്റെ ഹോൾസെയിൽ റേറ്റിൽ സന്തോഷങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്. തിരിച്ച് വീട്ടിലേക്കുള്ള ഇടവഴികളിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് നാളത്തെ പലിശക്കാരൻ വിളിച്ച് എന്ത് പറയണം, നാളത്തെ ജോലി പ്രശ്നം എങ്ങനെ തീർക്കണം, തെറ്റിയ ഭാര്യയോട് എങ്ങനെ മിണ്ടണം, ഓൾ ഇങ്ങോട്ട് മിണ്ടണോ ഞാൻ അങ്ങോട്ട് മിണ്ടണോ, കടം എങ്ങനെ വീട്ടും, എങ്ങനെയുള്ള നൂറുകൂട്ടം ചിന്തകൾ പരിഹാരമില്ലാതെ ഞാൻ അസ്വസ്ഥനായി അടുത്ത മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ പ്രവർത്തിക്കേണ്ടതാണ് പ്രോഗ്രാം. അപ്പൊ ഈ ഷെയറിങ്ങിൽ ഈ പറയുന്ന അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ ഒരു സംവിധാനത്തെ പങ്കുവെക്കുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് പ്രോഗ്രാം. ഒരു പിന്തുണയാണത്. ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്കറിയാം, ഒരുപാട് പേർക്കറിയാം, ഫെലോഷിപ്പാണ്, കൂട്ടായ്മയാണ്, സംഘടനയല്ല, പ്രസ്ഥാനമല്ല, ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാമിന്റെ പിന്തുണ ഞാൻ നേടിയെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോ ഇവിടെ താമസ സ്ഥലത്ത് കുറച്ച് സംഘർഷങ്ങളിലാണ്. ഷിബു കാനഡയിൽ പെട്ടെന്ന് കുറച്ച് ആളുകളെ തൊടുപുഴക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യും, ഒരു ഫെലോഷിപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആകെ കുടിച്ചു പോകാൻ സാധ്യതയുണ്ട്. സാധ്യമല്ല. ഇപ്പൊ ഈ അർദ്ധരാത്രി നേരത്ത്, ഈ സമയം നേരത്ത് തൊടുപുഴക്കാരെയോ മൂവാറ്റുപുഴക്കാരെയോ എറണാകുളംകാരെയോ പെട്ടെന്ന് എനിക്കൊരു മീറ്റിങ്ങിന്റെ ഒരു ഫെലോഷിപ്പിന്റെ പിന്തുണ ആ സമയങ്ങളിൽ എനിക്ക് കിട്ടും. ഫെലോഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഞാൻ ജീവിതവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഉള്ള പിന്തുണ ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന രൂപീകരിക്കുന്ന സംവിധാനമാണ് പ്രോഗ്രാം. ഇത് എല്ലാം ഇവിടെ തുടങ്ങുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ ഇത്തരം കാര്യങ്ങൾ, പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പുസ്തകം പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് മറ്റൊരു കുടിയന് മനസ്സിലാവുക ഒരു മനുഷ്യൻ പറയുമ്പോഴാണ്. അപ്പോ ഈ പുസ്തകം വായിച്ച് നീന്തൽ പഠിക്കുന്നതും ഈ നേരിട്ടിട്ട് നീന്തൽ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ ഇതൊരു നിസാരമായ പ്രശ്നമല്ല. പുസ്തകം പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരു മനുഷ്യൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിജീവിച്ചത് എങ്ങനെ, അയാളുടെ അനുഭവങ്ങളിലൂടെ അയാൾ ശക്തി ആർജിച്ചത് എങ്ങനെ, ആ ശക്തിയിലൂടെ അയാൾ പ്രതീക്ഷയിൽ ജീവിക്കുന്നത് എങ്ങനെ. അപ്പൊ കഴിഞ്ഞ കുടിക്കഥകൾ പറയുന്ന ഇടം മാത്രമല്ല അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുക എന്ന വാക്കിന്റെ വരികളുടെ അർത്ഥം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പദ്ധതി, സംവിധാനം, എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ എങ്ങനെ അതിലൂടെ ശക്തി ആർജിച്ചു ഇന്ന് ജീവിക്കുന്നു, ആ ശക്തിയിലൂടെ ഞാൻ എങ്ങനെ പ്രതീക്ഷയോടുകൂടിയ നവാഗതനിലേക്ക് നോക്കുന്നു എന്നൊരു ആശയം കൂടി ഈ ആദ്യത്തെ വരികളിലുണ്ട്. എന്തോ കാലങ്ങളായിട്ട് പലപ്പോഴും ഈ സംവിധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം സംവിധാനമില്ലായ്മയ്ക്ക്, അതാണല്ലോ കുടിജീവിതം. കുടിജീവിതം എന്ന് പറഞ്ഞാൽ വികലമാക്കപ്പെട്ട, ചിന്നിച്ചിതറിയ, പൊട്ടിയ കുപ്പി പോലെ ചിതറിപ്പോയ ഒരു സമയവും കാലഘട്ടങ്ങളുമാണ്. അത് പങ്കുവെച്ചത് അതുകൊണ്ടാണ് ഷെയറിങ് നടത്തിയിട്ടും ഞാൻ പലപ്പോഴും കുടിക്കാൻ പോയത്.
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് വിട്ട ഷാപ്പ് എന്ന് ഇതുപോലെ വാമൊഴിയായി പ്രചരിപ്പിക്കുന്ന തെറ്റായ ഒരു സന്ദേശമാണ്. ആൽക്കഹോളിക്സ് എൻ്റെ അനുഭവത്തിലാണ്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഷാപ്പ് ഗ്രൂപ്പ് വിട്ടാൽ ഷാപ്പ്, അത് ഭാഗികമായി ശരിയാണ്, പൂർണ്ണമായി ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഫെലോഷിപ്പിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗിൽ, ഒരു റിക്കവറി മീറ്റിംഗിൽ ഒരു പ്രോഗ്രാമും പ്രവർത്തിപ്പിക്കേണ്ട എന്നതാണ് സത്യം. പ്രോഗ്രാം പ്രവർത്തിക്കേണ്ടത് മീറ്റിംഗിന് ശേഷമാണ്. കാരണം ദൈനംദിന ജീവിതത്തിൽ എല്ലാ വ്യവഹാരങ്ങളിലും ആണ് ഇത് പാലിക്കപ്പെടേണ്ടത്. അവിടെ ഒരു കഷണ്ടിക്കാരൻ എന്തിനാ വേറെ കഷണ്ടിക്കാരന്റെ മുന്നിൽ മറച്ചു പിടിക്കുന്നത്? മീറ്റിങ്ങിലല്ല, പൊതു നമ്മൾ വഴിയോര കാഴ്ചകളിൽ നടക്കുമ്പോൾ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, അയാൾ കഷണ്ടിയാണ്, ഞാനും കഷണ്ടിയാണെന്ന് കരുതുക, മുടി കൊഴിയുന്നുണ്ട്, ഇപ്പൊ ആയിട്ടില്ല, ഞാനും മറച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ആ യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണത്. അപ്പൊ മീറ്റിങ്ങിൽ പ്രത്യേകിച്ചിട്ട് ഈ പടി പരിശീലിപ്പിക്കാനോ, അതാണ് ഈ പഠിപ്പിക്കൽ പ്രക്രിയ കുടിയൻ ഇഷ്ടപ്പെടാത്തത്. ഈ സ്വയം പഠിച്ച് അവൻ എങ്ങനെ ജീവിച്ചു എന്നാണ് ഇവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചില DR പ്രസന്റേഷൻ മീറ്റിങ്ങുകളൊക്കെ ഓൺലൈനിൽ നടക്കാറുണ്ട്. ഇപ്പൊ നീരസം അല്ലെങ്കിൽ എന്താ ഷെയറിങ് പലപ്പോഴും കേൾക്കുന്ന അനുഭവങ്ങളാ, അല്ലെങ്കിൽ എന്താ ഭയം. അന്നത്തോടുകൂടി ഭയം ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത പോലുള്ള ഷെയറിങ്. അന്നത്തോടുകൂടി മനുഷ്യൻ ഭയത്തിൽ നിന്ന് അങ്ങോട്ട് മുക്തനായി. ഇത് 24 hour പരിപാടിയിൽ അശ്രാന്ത പരിശ്രമത്തിൽ ബിൽവിൽസ് മരണം വരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും മുഴുവൻ പടികൾ പരിശീലിക്കാനായില്ല എന്ന ഒരു സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചത്. ഇവിടെ ഒരു ദിവസത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ 4 ഷെയറിങ് കേൾക്കുമ്പോഴേക്ക് ഇപ്പോഴാണ് ഇത് മനസ്സിലായത്. ഈ മറ്റുള്ളവരെ താങ്ങുന്ന പരിപാടി നിർത്തിയാൽ തന്നെ അവനവൻ ഷെയർ ചെയ്യാൻ തുടങ്ങും. ഇന്നാള് പറഞ്ഞതുപോലെ ഈ ചാരി നിൽക്കൽ എന്തിനാ ഈ ഷെയറിങ്ങില്? അയാൾ പറഞ്ഞതുപോലെ ചില ആശയങ്ങൾ ഉണ്ടായിരിക്കാം, അതുപോലെ തൻ്റെ ആശയം എന്താണെന്ന് അവിടെ പ്രഖ്യാപിക്കാനുള്ള കഴിവ് ഈ പറയുന്ന മനുഷ്യന് വേണം. കഴിഞ്ഞ ദിവസം ഒരു കാരണവശാലും ഇത് കുറ്റപ്പെടുത്തലല്ല, ഈ അവസ്ഥാവിശേഷം മാറണം. പുതുമക്കാര് സ്വന്തം അനുഭവവും ശക്തിയും പ്രതീക്ഷയും ആർജവത്തോട് ഷെയർ ചെയ്യാനുള്ള മുൻനിരയിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു AI ചുറ്റുവട്ടം ജീവിതം ഗ്രൂപ്പിൽ ഒരു കാര്യം അയച്ചു. സന്ദേശം എന്ന പേരിൽ പഴയകാല AI അംഗം TK രവിയേട്ടന്റെ അനുഭവക്കുറിപ്പുകളുടെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. കോഴിക്കോട് ഇന്റർഗ്രൂപ്പാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇന്നത്തെ നവാഗതകർക്ക് എന്താണ് AI ഷെയറിംഗ് എന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന അപൂർവമായ ചില പുസ്തകങ്ങളിൽ, അതിന് ഈ GSO പെർമിഷനോ അല്ലെങ്കിൽ ഇതുപോലെ സർവീസ് സംഘടനയുടെ ആധികാരികതയോ ഉണ്ടോ നോക്കണ്ട, ഒരു മനുഷ്യന്റെ ഷെയറിംഗ് എന്താണെന്നുള്ളത് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നവാഗതർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഇന്റർഗ്രൂപ്പായിട്ട് സംസാരിച്ചു. അവരത് പുനഃപ്രസിദ്ധീകരണത്തിനോ ബാക്കിയുള്ള സ്റ്റോക്കോ ഒക്കെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഷെയറിംഗ് ആണ് ഈ ഒരു മനുഷ്യനെ ആദ്യം ആൽക്കഹോളിക്സ് അനോണിമസിൽ അങ്ങനെ ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ, കാല് നീട്ടിയിട്ട് ഇരിക്കുന്ന പ്രക്രിയയാണ് പലപ്പോഴും അംഗസംഖ്യ കുറയാനുള്ള കാരണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ അത് പലപ്പോഴും അവർക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് കിട്ടുന്നു. ഇങ്ങനെ ഈ ചില വിഡ്ഢിത്ത വിശ്വാസങ്ങൾ, എന്താണ് ലിസൺ ലിസൺ ലിസൺ, ഒരു മുദ്രാവാക്യം ആൽക്കഹോളിക്സ് അനോണിമസിലുണ്ട്. പക്ഷേ പറയരുത് 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 എന്നൊരു മുദ്രാവാക്യം ആൽക്കഹോളിക്സ് അനോണിമസിലില്ല. സംസാരിക്കരുത് 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 എന്നൊരു മുദ്രാവാക്യവും ആൽക്കഹോളിക്സ് അനോണിമസിലില്ല. എൻ്റെ അടുത്തൊരു പഴമക്കാരൻ പറഞ്ഞു, ഷെയറിംഗ് നിർത്തണം, കേൾക്കണം, കേൾക്കുക കേൾക്കുക കേൾക്കുക, FM 96 FM, ഇങ്ങനെ റേഡിയോയിൽ പരസ്യം പറയുന്ന പോലെ കേൾക്കുക കേൾക്കുക. ഞാൻ ചോദിച്ചു, എല്ലാവരും കേട്ടാൽ പറയാൻ ആരെങ്കിലും വേണ്ടേ? ഈ കേൾക്കുന്നവർ എന്താണ് കേൾക്കേണ്ടത്? ആരോ ഒരാൾ പറയണ്ടേ? അപ്പൊ പറയാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗവും കേട്ടിട്ട് സുബോധം കിട്ടുന്ന മറുവിഭാഗവും, ഇങ്ങനെയുള്ള വേർതിരിവ് എന്തിനാണ്? അല്ല, സ്പോൺസർഷിപ്പിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്വയം വ്യാഖ്യാനങ്ങളും ഒക്കെ തന്നെ ഷെയറിങ്ങിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇപ്പൊ ഈയിടെ കേട്ടുന്ന ഒരു കാര്യമാണ് എല്ലാം പറയരുത്. ഇവിടെ ഇന്ത്യൻ ജുഡീഷ്യറി ചീഫ് ജസ്റ്റിസുമാർ വന്നിട്ട് ഈ പറയുന്ന കേസുകൾ എടുക്കാൻ AA മീറ്റിംഗിൽ വന്ന് പാനലായിട്ട് ഇരിക്കുന്നുണ്ടോ? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ ഇവിടെ പറഞ്ഞു പോയാൽ ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത് വീണ്ടും തുടങ്ങുമോ?
ഇവിടെ എന്ത് പറയരുതെന്നാണ് ഈ മഹാന്മാർ പറയുന്നത്? ഒരു മനുഷ്യന് ഏറിയാൽ ഉണ്ടാവുന്ന ഒരു അധാർമികത എന്താണ്? പോക്സോ കേസോ, അവിഹിത ഗർഭമോ, അവിശുദ്ധ പ്രണയമോ? ഇത് പിന്നെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇവൻ കുടിക്കണോ? ആൽക്കഹോളിക് മീറ്റിംഗ് ആണോ? ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ് ആണോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത കുറെ നിയമ നിബന്ധനകൾ എന്തൊക്കെയോ ഷെയറിങ്ങിലൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നത് കൊണ്ട് പല പുതുമക്കാരും നവാഗതരും ഒന്ന് ഭയക്കുന്നു. ഇത് പറയണോ പറയണ്ടേ? ഇത് ഇവിടെ കിട്ടണോ അവിടെ കിട്ടുമോ? സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ രോഗമോചനം വളരെയധികം വൈകുന്നു. ഒരു മിനിറ്റ്, ഷാജു ഈ മൈക്ക് ഓഫ് ചെയ്യണം. ഇപ്പൊ ഷാജു ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ചെയ്തില്ല. അനീഷ് ശ്രദ്ധിക്കണേ, മൈക്ക്. പറഞ്ഞോ. സോറി. ഷെയറിങ്ങിന്റെ പ്രാധാന്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാഹചര്യങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലെ വളർച്ച, ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇന്ത്യയിൽ എത്തിയതിന്റെ ആഘോഷങ്ങൾ, ഇതൊക്കെ നടക്കുമ്പോഴും കേരളത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് ഇല്ല. ഇവൻ കക്കൂസിലിരുന്ന് പറയണോ ഇവന്റെ ദുഃഖങ്ങൾ ചുമരിനോട്? പൊതു പ്രശ്നത്തിന്, പൊതുപരിഹാരത്തിന് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു പൊതു നിർദ്ദേശം വെക്കുമ്പോൾ ആ സാഹചര്യങ്ങളും സംവിധാനങ്ങൾക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന മേഖലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിക്കവറി മീറ്റിംഗ് എല്ലാം കൂടി ഒരു കലപ്പിൽ അല്ലെങ്കിൽ അവിയിൽ വെക്കുന്ന പോലെ ഈ എങ്ങനെ റിക്കവറി സാധ്യമാകും? എങ്ങനെ നവാഗതൻ വീണ്ടും വരും? എങ്ങനെ നവാഗതൻ ഭയക്കാതെ സംസാരിക്കും? അവന്റെ റിക്കവറി എന്തൊക്കെയോ ഒരു ഈച്ചഭാഗ്യം എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയിൽ രക്ഷപ്പെട്ടു പോണ ഒരു മനുഷ്യനാണ് ഞാൻ. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി രക്ഷപ്പെടുന്ന ഒരാളല്ല. കാരണം അതിൽ ഞാൻ അസംതൃപ്തനുമാണ് ഇപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മതിലുകളെയും തകർത്തെറിയാനാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഷെയറിങ് മുഖം നോക്കാതെ സംസാരിക്കാറ്. ഇന്നലെ ചൂടപ്പം പോലെയുള്ള ഒരു അനുഭവം കൂടി പറയാം. ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ 27 വർഷം എനിക്ക് ഓർമ്മയില്ല, എന്തായാലും 27-30 ഉള്ളിലൊക്കെ ആയി. 25 കഴിഞ്ഞു. എന്തായാലും അദ്ദേഹം ഒരു അംഗത്തിന് പണം കടം കൊടുത്തു. ആ പണം കടം കൊടുത്തപ്പോൾ പണം വാങ്ങിയ ആൾ തിരിച്ചു കൊടുത്തില്ല. ഇയാൾ വീണ്ടും ചോദിച്ചു, പകുതി കൊടുത്തു, പകുതി അടവാക്കി, 500 വീതം. അപ്പൊ ഇങ്ങനെയുള്ള സാമ്പത്തിക, ആരാ പറയുന്നത്? ഒരു ഗ്രൂപ്പ് അധ്യക്ഷൻ, 25-27 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യൻ പറയാണ് ഷെയറിങ്ങിൽ. എങ്ങനെ പറയുന്നു? ഈ പണം വാങ്ങിയ മനുഷ്യന്റെ പേരും ഫോൺ നമ്പർ അഡ്രസ്സും വെച്ചിട്ട് പറയുന്നു ഇന്ന സ്ഥലത്ത്. അതോടുകൂടി ആ മീറ്റിങ്ങിൽ എല്ലാവർക്കും ആ മനുഷ്യന്റെ ചിത്രം മനസ്സിലേക്ക് വന്നു. അവൻ കള്ളനാണ്, അവന് കൊടുക്കരുത്, പേരോട് കൂടിയിട്ട്. ആ മനുഷ്യൻ ഏതോ ഒരു ഗതികെട്ട നിമിഷത്തിൽ കഞ്ഞിക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലാത്ത കേട്ട്, ഈ ഓസിക്ക് കുടിക്കുന്നതും പിന്നെ പണം ചിലവാക്കി കുടിക്കുന്നതും രണ്ടും രണ്ടാണ്. കാരണം ഓസിക്ക് കുടിക്കുന്നവന് പണത്തിന്റെ വില അത്ര അറിയില്ല. എരന്ന് വാങ്ങി പൈസ ഉണ്ടാക്കി കുടിക്കുന്നവന് അറിയാം, ഓസിക്ക് പോവില്ല. കഷ്ടപ്പെട്ട് ഇറന്നാലും പൈസയുടെ വില അറിയാം. ഈ വില അറിയാത്ത ചില ആളുകൾ ഈ പറയുന്ന ഞാൻ ചോദിച്ചു ആ മീറ്റിങ്ങിൽ തന്നെ, നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിനോട് ചോദിച്ചിട്ടാണോ പണം കടം കൊടുത്തത്? വ്യക്തിപരമായ പ്രശ്നം മാത്രമാണത്. വൈകാരിക അടുപ്പം, വ്യക്തിപരമായ സഹായം. ഒരു കൈ കൊടുക്കുക, മറുകൈ അറിയരുത്. സേവനം കൊടുക്കുന്നത്, ഒരാളെ രക്ഷിച്ചു, ഞാൻ 10 ആളെ രക്ഷിച്ചു, 11ാമത്തെ ആളാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് 12ാം പടി ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഒരു 12ാം പടി സേവനം പല മനുഷ്യരും ചെയ്തത്, നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ എന്നെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നത് എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടാണോ? ഞാൻ അവർക്ക് ഒരു കരാർ എഴുതി കൊടുത്തോ ഞാനും 10 ആളെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാന്ന്? ഇല്ല. ആ മനുഷ്യൻ ഈ എന്ത് ധൈര്യത്തിൽ ഷെയറിങ് നടത്തും? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഷെയറിങ്ങിനെ കുറിച്ച് വേണമെങ്കിൽ വിഷയാവതരണം നടത്തുന്ന ബഹുമുഖ പ്രതിഭകൾ ആൽക്കഹോളിക്സ് അനോണിമസിലുണ്ട്. അവർ ചെയ്യുന്ന നെറികേട് എന്താണ്? എൻ്റെ അനുഭവത്തിൽ ഞാനൊന്ന് പറയട്ടെ. ഒരു വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യം മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ആളെ എന്നോട് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം, 2 weeks ago, നിങ്ങൾ ഇന്നതൊക്കെ പറഞ്ഞൂലേ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾ അറിയണത്? നിങ്ങൾ ആ മീറ്റിങ്ങിലില്ലല്ലോ. അതൊക്കെ എത്തിക്കാൻ പറ്റിയ ആളുണ്ട്. എന്തോ എൻ്റെ നാവുക്കുപിഴ കാരണം ഇയാളെ പേരും പറഞ്ഞു, ഇന്ന ആളാണ് എന്നോട്. ഇങ്ങനെയൊക്കെയുള്ള, അതും 21 വർഷം കഴിഞ്ഞൊരു മഹാൻ.
ഈ പറഞ്ഞു കൊടുത്ത ചാരൻ. ഞാൻ എന്ത് ധൈര്യപ്പെട്ടിട്ട് ആ മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത മീറ്റിങ്ങിൽ അയാളെ മുഖം കാണുമ്പോൾ സംസാരിക്കും? അപ്പൊ ഷെയറിങ് എന്താ, കുട്ടിക്കളിയാണോ? ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊന്നും ഷെയറിങ്ങിന്റെ ആവശ്യമില്ല. അവരുടെ ഷെയറിങ് പരദൂഷണങ്ങളും പുറത്തുനിന്നുള്ള ചർച്ചകളുമായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള ഇതിൽ കഷ്ടപ്പെട്ടു ഞാൻ ചിലപ്പോൾ എൻ്റെ കൊണ്ടും കൊടുത്തുമുള്ള എക്സ്പീരിയൻസിൽ കുടിക്കാതെ നിൽക്കുകയായിരിക്കും. പക്ഷെ നവാഗതന് ഇത് സാധ്യമല്ല. അവൻ ചിലപ്പോൾ തൂങ്ങി മരിച്ചു പോകും. ആരുത്തരം പറയും? ഒരു മനുഷ്യൻ കുടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ സങ്കടം ആലോചിക്കണം. കാലങ്ങളായിട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കെട്ടിയ താലി പോലും നഷ്ടപ്പെട്ട ഒരു ഭാര്യ, ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കുന്നു വിശ്വസിച്ചൊരു ഭാര്യയുടെ വേദന, തൻ്റെ പഠനവും വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയി തനിക്കൊരു ഭാവി അച്ഛനിലൂടെ അച്ഛൻ്റെ കുടി വൃത്തിയാക്കി കിട്ടുന്നു വിശ്വസിച്ച കുറച്ച് മക്കള്, ഈ വയസ്സുകാലത്ത് മരുന്നും മന്ത്രവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നയാ പൈസ സഹായം എൻ്റെ മോനോട് കിട്ടുന്ന ആശ്വസിച്ചുറങ്ങുന്ന അച്ഛനമ്മമാര്. ഒരു മനുഷ്യൻ റിലാപ്സ് ആയിന്നൊക്കെ എന്തൊരു ഈസിയിലാണ് ആളുകൾ പറയുന്നത്. റിലാപ്സ് ആവാതിരിക്കാൻ അവൻ എന്ത് സഹായം ഷെയറിങ്ങിന്റെ ഈ കാര്യങ്ങൾക്ക് കൊടുത്തു? ഇത്രയും സങ്കടകരമായ വേദനകൾ പറയുന്നവനെ ചൂഷണം ചെയ്യുകയല്ലേ ഇങ്ങനെയുള്ള ചില ആളുകൾ ചെയ്യുന്നത്? പിന്നെ ഇവൻ എന്ത് ധൈര്യത്തിൽ ഷെയറിങ് നടത്തും? ഇതാണോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖവുര പറയുന്ന ഷെയറിങ്? അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം ഷെയറിങ് എന്നത് ഒരു മഹാമന്ത്രമാണ്. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, മിഡ് നൈറ്റിൽ ഞാൻ ആദ്യം വന്ന കാലത്ത് കേട്ട ആ ദൈവം സംസാരിച്ച വാക്ക്, നാവ് എന്റേതാണെങ്കിലും സംസാരിക്കുന്നത് ദൈവമാണ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഷെയർ ചെയ്തപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത ഷെയറിങ്ങിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മാറേണ്ടിയിരിക്കുന്നു. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് ഞാൻ എന്ന് സമ്മതിക്കുന്നു, കീഴടങ്ങുന്നു, എൻ്റെ റിക്കവറി ആരംഭിക്കുന്നത് പോലെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അപാകതകൾക്ക് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ പ്രശ്നങ്ങളിലാണ് എന്ന് സമ്മതിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഒഴിവാക്കി സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരുപാട് ജീവിതങ്ങൾ ഇനിയും തളിരിട്ട് മുന്നോട്ട് പോകും, ഒരു സംശയവുമില്ല. ഫോൺ ഈ എന്താ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഷെയറിങ് നടത്തുമ്പം മറ്റൊരു കക്ഷിയെ വിളിച്ചിട്ട് ഓണാക്കി വെച്ചു കൊടുക്കുക, വീട്ടിലിരുന്നിട്ട് മറ്റവൻ ഇവന്റെ ഷെയറിങ് കേൾക്കുക. അപ്പം ഇതൊന്നും ബിഗ് ബുക്ക് പറയുന്നില്ല, ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു സംവിധാനവും ഇത് പറയുന്നില്ല. അപ്പം ആലോചിക്കേണ്ടി, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളാണ് കണ്ടീഷൻസ് വെക്കുന്നത്, എല്ലാം പറയരുത്. കാരണം അവർക്കറിയാം ഈ പറയുന്നത് അവരത് എല്ലാം പറയില്ല. ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഇന്നലത്തെ ഡെയിലി റിഫ്ലക്ഷൻ പറയുന്നു, ഇന്നലത്തെ ഷെയറിങ് അനുഭവവും ശക്തിയും പ്രതീക്ഷയും മുഴുവനായിട്ട് പറയാൻ പ്രയാസമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സ്പോൺസറെ തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ ഒരു നിർബന്ധിത പരിവർത്തനമാണ് പലപ്പോഴും ചില സ്പോൺസർഷിപ്പ് ഷെയറിങ്ങുകൾ. എനിക്ക് അതിൻ്റെ എനിക്ക് ഒരു മനുഷ്യൻ പറയുന്നത് അത് ഏടെ ആവശ്യമാണ്. ഒരുപാട് വിജയങ്ങളുടെ പിന്തുടരുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി. വിജയിച്ചവരുടെ പാത എന്നൊരു വാക്കുണ്ട്. തെളിയിക്കപ്പെട്ട വിജയമാർഗങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ്. അതിലൊന്നാണ് ഏറെക്കുറെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്തത്. ഗുണം കുറഞ്ഞത് കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്തുകൊണ്ടാ പറയുന്നത്? അയാൾ കൂടുതൽ ഞാൻ അനുഭവിക്കുന്നതും കാണുന്നതും നല്ല വശങ്ങളാണ്, അതുകൊണ്ട് ഞാൻ അയാളെ നല്ല മനുഷ്യൻ. അയാൾക്ക് മോശം വശങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ കുറവാണ്, അയാൾക്ക് ഹിഡൻ ആണ്. അതുകൊണ്ട് എല്ലാത്തിനും ഈ സുബോധം പോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് പുനർപ്പതനം. നാണയത്തിൽ പുനർപ്പതനം ഉള്ളത് കൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് പോകുന്നത്. മറ്റൊരുത്തന്റെ കുടി വരെ ഈ പറയുന്ന വർഷക്കാരൊക്കെ പലതും ഭയന്ന് കുടിക്കാതിരിക്കുന്നത് അവന് വേണ്ടി ആരൊക്കെയോ ബലി കഴിച്ചു തന്റെ ജീവിതം പുനർപ്പതനത്തിലേക്ക് പോയിട്ട്. ആ ഭയം കാരണം കുടിക്കാതിരിക്കുന്ന പഴമക്കാരെ എനിക്കറിയാം. അപ്പൊ രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങൾ ഒരുപോലെ സ്വീകരിക്കുക. ഈ ഓഷോ രജനീഷ് പറഞ്ഞ പോലെ മലനിരകളെയും സമതലങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു ആത്മീയതയുണ്ട്. അത് പറ്റില്ല ഇവിടെ ചിലർക്ക്. അവർക്ക് ഈ പൊടിപ്പും തൊങ്ങലും, അല്ലെങ്കിൽ ഈ ചിലപ്പം കേൾക്കാറുണ്ട്, ഒരു പുതിയ ആളിട്ടോ ഒന്ന് കാച്ചി വിടണം. ഈ പറയാൻ പോകുന്ന ഞാൻ ചിലപ്പോ വലിയ അടുത്ത പെഗ് എടുക്കണോ വേണ്ടെന്നുള്ള കയറെടുക്കണോ എന്നുള്ള ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് സെക്രട്ടറി എൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഒരു കാച്ചണം, പുതിയ ആളുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മസാലക്കൂട്ട് നിർമ്മാണം ഷെയറിങ്ങില്? അതോടുകൂടി ദൈവം എവിടെ പ്രവർത്തിക്കും? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽക്കഹോളിക്സ് അനോണിമസിലെ അധ്യക്ഷൻ മുതൽ നവാഗതൻ മുതൽ അധ്യക്ഷൻ വരെ ഷെയറിങ്ങിനെ കുറിച്ച് വേണ്ടത്ര ഗൗരവത്തിൽ ചിന്തിക്കാറില്ല. ഒരു താൽക്കാലിക പ്രതിഭാസം. ഇന്നലെ കഴിഞ്ഞ ആഴ്ച
ഞാൻ എഴുന്നേൽക്കാൻ നേരം വൈകി ദൈവാനുഗ്രഹം കൊണ്ടെന്ന്. ഒരു മനുഷ്യൻ അയാളുടെ മടിയെ, അലസതയെ, അയാളുടെ എന്താണ് സ്വഭാവ ദൂഷ്യത്തെ എത്ര പെട്ടെന്നാണ് ഒരു ഷെയറിങ്ങിൽ 2 വാക്കിൽ അയാൾ ഒതുക്കിയത്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ നേരം വൈകി. എന്ത് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും എനിക്ക് ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ മറ്റൊരു ഷെയറിങ് കേട്ടതാണ്. ഇങ്ങളെ ഇവിടെ പഴമക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന പഴമക്കാർ പറഞ്ഞാൽ നിങ്ങൾ സുബോധവാനാവുമോ? ഓര് കുടിച്ച നിങ്ങൾക്ക് ലഹരി വരുമോ? തെറുപ്പ് വരുമോ? വേറൊരുത്തൻ ഭക്ഷണം കഴിച്ച നിങ്ങളെ വിശപ്പ് മാറുമോ? വേറൊരുത്തൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളെ ലൈംഗിക സുഖം കിട്ടുമോ? എന്തും വിഡ്ഢിത്താണ് ഈ പറയുന്നത്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. ഇത് ആർക്ക് വേണ്ടിയിട്ട് ഛർദ്ദിക്കുന്ന പരിപാടിയാ? അവനവന്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും തന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പരിപാടിയിൽ പങ്കുവെക്കാൻ ഈ പറയുന്ന അൺകണ്ടീഷണായുള്ള ഒരു അവസരം ആൽക്കഹോളിക്സ് അനോണിമസിന് ആവശ്യമാണ്. ബിഗ് ബുക്കില് ഒരു മിനിറ്റ്, ഉദ്ദേശവും ലക്ഷ്യങ്ങളും നിർവചിക്കുന്നുണ്ട്. ഓരോ മീറ്റിങ്ങിനും ഈ പറയുന്ന പോലെ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. അത് വെളിപ്പെടുത്തുന്നെങ്കിൽ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആമുഖം അതൊരു പ്രസ്താവനയായിട്ട് നിലനിൽക്കണം. ആദ്യത്തെ ഷെയറിങ്ങിൽ തന്നെ, ഒരു നവാഗതൻ വരുന്ന ആദ്യത്തെ ഷെയറിങ്ങിൽ തന്നെ ബിൽ വിൽസൺ പറയുന്നു, നിങ്ങൾ എന്ത് പ്രശ്നത്തിലും ആവട്ടെ, നിങ്ങൾ ഒരു മരണത്തിന്റെ വക്കിലാവട്ടെ, നിങ്ങൾ ഒരു നവാഗതന് വേണ്ടി അന്നേ ദിവസം എല്ലാ നിങ്ങളെ പ്രശ്നങ്ങളും ബലി കഴിച്ചുകൊണ്ട് നിങ്ങൾ മുൻനിരയിൽ നിന്ന് നിങ്ങൾ ആ റിക്കവറിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നം വാനിഷ് ആവും, അപ്രത്യക്ഷമാകും. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെട്ട നവാഗതന് ഒരു പരിഹാരത്തിന്റെ സ്വരം കേൾക്കാൻ അവസരം ബോധപൂർവം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ഈ ആദ്യത്തെ ഷെയറിങ്ങിൽ തന്നെ അനോണിമിറ്റി തകർക്കുന്ന രീതിയിലോ, കടത്തിന്റെ പ്രശ്നങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതിയിലോ, കള്ളനെന്ന് ഈ പറയുന്ന ഈ കുത്തുന്ന രീതിയിലോ ഒക്കെ പാടെ ആവുമ്പോഴേക്ക് അന്നത്തെ ഷെയറിങ് മുഴുവനും സാമ്പത്തികത്തെക്കുറിച്ച്. ഒരു മനുഷ്യൻ ഗതികേട് കൊണ്ട് ഓന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ കുടിച്ച കാലത്ത് ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഷെയറിങ് മുഴുവൻ അതിന്റെ ഫോട്ടോ കോപ്പികൾ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് മൊത്തത്തിലുള്ള ഈ പറയുന്ന ഓരോ ഈ വ്യക്തിത്വങ്ങൾ, ഈ അസ്തിത്വങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആമുഖം ഉപയോഗിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാന മൂല്യങ്ങൾ ഒന്നിലേക്ക് ഒരു സൂചന നൽകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നവാഗതരോടാണ് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിലെ പല പരിചയസമ്പന്നരും നിങ്ങളോട് പറയും, നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ട്, ഞങ്ങൾക്കൊരു സഹായം കിട്ടിയിട്ടുണ്ട്. അതായിരിക്കണം ഒരു നവാഗതന് കൊടുക്കാനുള്ള ഒരു മാർഗം. എൻ്റെ കിട്ടിയ സഹായം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അവർ പറയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ പ്രശ്നം ഞാൻ തിരിച്ചറിയുന്നത്. ആ ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു, ആ ഒരു പരിഹാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. എന്താണ് എനിക്ക് കിട്ടിയത്? ഈ പറയുന്ന എൻ്റെ അനുഭവങ്ങളിലൂടെ ഒരു മാറിയ മനോഭാവത്തിൽ എൻ്റെ ജീവിതത്തെ ഞാൻ പിന്നീട് നോക്കിക്കാണാൻ ശ്രമിച്ചു. ഈ ഒരു സംഭവ വികാസമാണ് പിന്നീടുള്ള മാറ്റത്തിന് എനിക്ക് സാധിച്ചത്. ഈ കുടി നിർത്തിയ മനുഷ്യൻ റിലാപ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ, ആൽക്കഹോളിക്സ് ഇപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നവാഗതന് കിട്ടുന്ന പരിഗണന പോലും കിട്ടാത്ത ഒരു വിഭാഗമാണ് ഈ പുനർപ്പതനക്കാർ. കാരണം നല്ലൊരു സന്ദേശം അവരിലൂടെ കൊടുക്കാനില്ല. വീണ്ടും കുടിക്കാൻ ഉള്ള സാധ്യതയുള്ള ആളുകൾ, പുരോഗതി തടസ്സപ്പെട്ടവർ, പഴയ കാലത്തിനേക്കാളും മോശം സാഹചര്യങ്ങളിലേക്ക് കൂപ്പുകുത്തിയവർ, അവർക്ക് എന്ത് അനുഭവവും ശക്തിയും പ്രതീക്ഷയാണ് നവാഗതന് കൊടുക്കാനാവുക? ഇതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു കാരണവശാലും നവാഗതരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് അറിവുള്ള പഴമക്കാർ പറയുന്നത്. എല്ലാം ശരിയാവും. ഒരു ഗുരുവായൂരപ്പനും ഇന്ന് വരെ ഒരു ഭക്തന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് സ്വപ്നത്തിൽ ദർശനം കൊടുത്തിട്ട് പോലും പറഞ്ഞിട്ടില്ല. ഒരു ഭക്തനും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല.
ഒരു വിശ്വാസത്തിന്റെ പിൻബലത്തിൽ അതങ്ങനെ പോവുകയാണ്. ആ വിശ്വാസം അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഗുരുവായൂരപ്പനെതിരെ പരാതികൾ കുറവാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെതിരെ എന്തുകൊണ്ട് പരാതികൾ കൂടുന്നുണ്ടെങ്കിൽ, ഇതിൽ വന്നിട്ടും കാര്യങ്ങൾ ശരിയായില്ല എന്ന് പിറുപിറുത്തുകൊണ്ടൊരു മനുഷ്യൻ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ ശരിയാവും, ഒക്കെ ശരിയാവും. ഒന്നും ചിലത് ശരിയാവില്ല എന്നൊരു സത്യം അറിയുന്നതോടുകൂടി അയാൾ സ്വതന്ത്രനാവുക ചെയ്യുന്നത്. എൻ്റെ കാര്യങ്ങളിൽ ചിലത് ശരിയാവാൻ പോകുന്നില്ല, ഞാൻ അതിൻ്റെ പിന്നാലെ പോകണ്ട, ആ സമയം എനിക്ക് ശരിയാവുന്ന. ഈ കുട്ടികൾ സ്കൂളിൽ പരീക്ഷ എഴുതുമ്പോൾ അറിയുന്നത് ആദ്യം എഴുതിയാൽ അത്രയും സമയം ലാഭിക്കാം. അറിയാത്തതിന് വേണ്ടിയിട്ട് ചിന്തിക്കാൻ സമയം കിട്ടും. അറിയാത്തതിന് വേണ്ടിയിട്ട് കുറേ നേരം മെനക്കെട്ട് അവസാന ബാക്കി സമയത്ത് കുട്ടികൾ ആ പരീക്ഷയുടെ മുഴുവൻ എഴുതാനും കഴിയില്ല. ജയിക്കാവുന്ന മാർക്ക് കിട്ടാവുന്ന ആ പരീക്ഷയിൽ തോൽക്കുകയും ചെയ്യും. അപ്പോ എല്ലാം ശരിയാവും എന്നുള്ളൊരു അനാവശ്യ പ്രോത്സാഹന സമ്മാനം കൊടുക്കുമ്പോൾ ആ ഷെയറിങ്ങിൽ ഈ പറയുന്ന എന്ത് ശരിയായി ഇയാൾക്ക് എന്ന് കൂടി പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്. ഇത് ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന സമകാലിക പ്രശ്നങ്ങളെ കൂടി കൂട്ടിയിട്ട് ഈ ഒരു കാര്യം ഷെയറിങ് എന്നൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പം ഇങ്ങനെ പറയണം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരു ചാർട്ട് പോലും എൻ്റെ കൈവശമില്ല. കാരണം ഇത്രയേറെ മനുഷ്യനെ രക്ഷിക്കാവുന്ന ഒരു കാര്യത്തെ പലരും ഭയക്കുന്നു, ഷെയറിങ്ങിനെ ഭയക്കുന്നു, മുൻവിധിയിൽ കാണുന്നു. പ്രത്യേകിച്ച് പുതുമക്കാർ പലപ്പോഴും ആശങ്കയിലാണ്. അതൊരു സത്യമാണ്, എനിക്കറിയാം. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. ഒരു മനുഷ്യൻ 153 ദിവസം മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ, ഷെയറിങ്ങിൽ പറഞ്ഞത്, ഞാൻ മീറ്റിങ്ങിന് വന്നതിന് ശേഷം ഹാപ്പിയാണ്. പിന്നെ പക്ഷെ അയാൾ മുഖത്ത് എനിക്ക് ഒരു സന്തോഷത്തിന്റെ കണിക പോലും കാണാൻ കഴിഞ്ഞില്ല. അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ ഇപ്പം ജോലി കഴിഞ്ഞ് മീറ്റിങ്ങിന് വന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നു, ഞാൻ സമാധാനത്തിലാണ്. പെട്ടെന്ന് ധൃതി പഠിച്ച് മീറ്റിംഗ് നിർത്തി, ഷെയറിങ് നിർത്തി, എല്ലാവർക്കും സുബോധമൊക്കെ. കാരണം ഒരു 153 വയസ്സ് പ്രായക്കാരൻ്റെ അവസ്ഥ എനിക്കറിയാം. ഷെയറിങ്ങിന് ശേഷം ഞാൻ മീറ്റിങ്ങിന് ശേഷം പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പം ഞാൻ അയാളിലേക്ക് ഒന്ന് ഇറങ്ങാൻ നോക്കി. ഞാൻ ചോദിച്ചു, നിങ്ങൾ സുഹൃത്തെ, ഞാൻ നിങ്ങളെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കരുതിക്കോ, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ? നിങ്ങൾ ഈ 153 ദിവസം കൊണ്ട് യഥാർത്ഥത്തിലുള്ള സുഖത്തിലേക്ക് എത്തിയോ? ആ മനുഷ്യൻ കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞൊരു രംഗം, എൻ്റെ വീട് ജപ്തിയിലാണ്. ഞാൻ അനോണിമിറ്റി ഇവിടെ ഞാൻ പാലിക്കുന്നു. ഇന്നലെ പഴമക്കാരൻ പേരും അഡ്രസ്സും സ്ഥലപ്പേരും പറഞ്ഞിട്ട് കടം കൊടുത്ത എന്താ നെറുകേട് പോലെ ഞാൻ പറയില്ല ഒരിക്കലും. ആ മനുഷ്യൻ, ഈ നവാഗതൻ എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ വീട് ജപ്തിയിലാണ്, എൻ്റെ കുടുംബം എന്നോട് വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു, ഞാൻ ആകെ തകർന്നിരിക്കുന്നു, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്നെ ആക്രമിക്കുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, കുട്ടികളെ ആലോചിച്ചിട്ട് അതിലേറെ ടെൻഷൻ. ഈ മനുഷ്യനാണ് 153 ദിവസക്കാരൻ പറഞ്ഞത് ഞാൻ സന്തോഷവാനാണ്. ആരാണ് ഇയാൾക്ക് ആ പ്രചോദനം അവിടെ നൽകിയത്? അവിടെ കേട്ട ഷെയറിങ്ങിൽ ഒട്ടുമിക്കതും കേട്ടത് മുഴുവൻ സന്തോഷത്തിന്റെ ഷെയറിങ്ങുകളാണ്. ഏറ്റവും വലിയ വിശ്വാസവഞ്ചന, തെറ്റിദ്ധാരണയല്ലേ ആ പാവ മനുഷ്യന് കൊടുത്തത്? ഞങ്ങളുടെ സംസാരം ഒരു അരമണിക്കൂറും 40 മിനിറ്റോളം നീണ്ടു. ആ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. എന്തായാലും അവസാനം നിങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കാനെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് നന്ദി പറയും. ഇപ്പോഴും ഈ ചുറ്റുവട്ടത്ത്, പണ്ട് ഷിബു പറഞ്ഞ ഷെയറിങ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ചുറ്റുവട്ടത്തിൽ എവിടെയോ ഒരു കിണറിന്റെ പടവിൽ ഒരു ഭാര്യ ഇരിക്കുന്നുണ്ട്. കിണറിലേക്ക് ചാടണോ അടുപ്പിൽ തീ കൂട്ടണോ എന്ന് ആലോചിച്ചിട്ട്. ഏതോ ഒരു അച്ഛനും അമ്മയും പറയുന്ന കഞ്ഞി കുടിക്കണോ അല്ലെങ്കിൽ വിഷം കലർത്തിയിട്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാനും ഭാര്യയും ഏതായാലും പ്രായമായി, ഉള്ളി സമ്മന്തി ഈ ഉള്ളി അരച്ച സമ്മന്തിയിൽ എന്തെങ്കിലും വിഷം ചേർത്ത് ചോറിൽ കൂട്ടിയിട്ട് ഏതൊരു സിനിമയിൽ കണ്ട രംഗമുണ്ട്, ഞങ്ങൾ രണ്ടാൾ അത് കഴിച്ചും ഇതാക്കിയാലോ എന്ന് വിചാരിക്കുകയാണെന്ന്. കാരണം മകന്റെ പീഡനം, കുടിയുടെ തീവ്രമായ പീഡനം, അതിലേറെയായി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പോലീസിനെ അവരെ രക്ഷിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഈ മനുഷ്യന്റെ ഷെയറിങ് ഞാൻ കേട്ടു, എങ്ങനെയുണ്ട്?
ഓ സുഖാണ്. ഇപ്പൊ ഉഷാറാണ്. ഇപ്പൊ ഞാൻ ജോലിക്ക് ഇറങ്ങി, ശമ്പളം കിട്ടാൻ എന്തോ ഒരു തെറ്റ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഷെയറിങ്ങിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാം പറയരുത് എന്നുള്ള ഒരു വാൾ എവിടേക്കോ തൂങ്ങിക്കിടക്കുന്നു. ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് തിരക്ക് കൂട്ടിയെടുക്കേണ്ട ഒരു അതിവേഗ പ്രക്രിയയല്ല. ബിഗ് ബുക്ക് പറയുന്നുണ്ട് സമയമെടുക്കും. തിരക്ക് കൂട്ടിയെടുത്ത് പൊള്ളിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സംവിധാനത്തിനോട് യാതൊരു താല്പര്യവുമില്ല. എനിക്ക് സ്പോൺസർ ഉണ്ട് എന്ന് ഒരു അംഗം പറയുന്ന അതേ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എനിക്കൊരു സ്പോൺസർ ഇല്ല എന്ന് പറയാൻ. ഇത് എന്തിനു വായിക്കണം? അങ്ങനെ പറഞ്ഞാലേ അംഗം ആവുള്ളൂ എന്ന് എവിടെ പറഞ്ഞു? കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സാധ്യതയുണ്ട്, മാറ്റി പറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ഭാഗം, വ്യക്തിപരമായ കാര്യം മാത്രമാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നു, ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ, കുളിക്കുന്നു, വെളിച്ചെണ്ണ, സോപ്പ്, തോർത്തുമുണ്ട്, ഡ്രസ്സ് ഇസ്തിരി ഇടുന്നു, ഡ്രസ്സൊക്കെ ഇടുന്നു. ആ രാവിലത്തെ ശാരീരിക പരിചരണത്തിന് ഒട്ടനവധി കാര്യങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ ദിവസവും ഈ ബ്രഷും ടങ് ക്ലീനറും പിടിച്ചിങ്ങനെ ഉയർത്തി പിടിച്ച് പറയുന്നത് ബ്രഷും ടങ് ക്ലീനറുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്ന ചില സ്പോൺസർഷിപ്പ് ഷെയറിങ്ങുകളുണ്ട്. 24 മണിക്കൂർ ഇത് മാത്രമേ ഞാൻ സ്പോൺസറോട് പറഞ്ഞു, ഞാൻ സ്പോൺസർ എന്നോട് പറയും, എന്ത് പറഞ്ഞു, എങ്ങനെ അതിജീവിച്ചു എന്ന് മാത്രം പറയില്ല. ഇതാണോ ഷെയറിങ്? ഏതോ ഒരു അജ്ഞാത ഗുഹയിലിരിക്കുന്ന ഒരു നിധികുംഭം സൂക്ഷിക്കുന്ന ഏതോ ഒരു അമാനുഷിക മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിത്രങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് കിട്ടാത്തവന്റെ നരകയാതന ആലോചിച്ച് നോക്കിയോ? അവനെ കേൾക്കാൻ നിങ്ങളെ സ്പോൺസർഷിപ്പിലൂടെ നിങ്ങൾ ആർജിച്ചെടുത്ത നിങ്ങളുടെ അറിവ് നിങ്ങൾ മറ്റവന് കൊടുക്കുന്നുണ്ടോ? ഇനി അവൻ നിങ്ങളെ സ്പോൺസറാക്കി എടുത്താൽ മാത്രമേ നിങ്ങൾ അവന് വേണ്ടി മനസ്സ് തുറക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ മാഫിയ ലോബികളോടൊക്കെ തന്നെ. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു നവാഗതന് തൻ്റെ അനുഭവം എങ്ങനെ ഉപകരിച്ചു, തൻ്റെ പ്രയാസം ഇങ്ങനെ, അത് ഇൻസിഡന്റ്. എൻ്റെ സംഭവം ഇതായിരുന്നു. ഞാനൊരു പ്രധാന പ്രശ്നത്തിലകപ്പെട്ടു, പലിശക്കടത്തിലകപ്പെട്ടു, എൻ്റെ കുടി കാരണം വന്നു, എൻ്റെ വീട് ജപ്തി ചെയ്യാൻ നോട്ടീസായിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ വന്നു. ഞാൻ അവരോട് 2 ദിവസം അവധി ചോദിച്ചു. ആ 2 ദിവസം കൊണ്ട് ഞാൻ സ്പോൺസറെ കണ്ട് എൻ്റെ പ്രശ്നം പറഞ്ഞു. ആ സ്പോൺസർ എൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, മദ്യത്തിന് മുന്നിൽ നീ ശക്തിഹീനനെ സമ്മതിച്ചപ്പോൾ നിനക്ക് റിക്കവറി ആയി, നീ ബലം പിടിക്കണ്ട, നീ സറണ്ടർ പോയിട്ട് നീ സറണ്ടർ ചെയ്തിട്ട് ആ ബാങ്ക് മേലധികാരികളെ കണ്ട് കാര്യം പറയൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമപരമായ സഹായം കിട്ടെങ്കിൽ അത് അവരോട് അപേക്ഷിച്ച് നോക്കൂ. എവിടെയും തല ചൊറിയാൻ സമ്മതമില്ലാത്ത, ഇത് ഞാൻ ഉദാഹരണമാണ്, ഞാൻ ചെയ്ത പ്രവർത്തനമല്ല. ഇതാണ് ഈ മനുഷ്യൻ സ്പോൺസർഷിപ്പിലൂടെ ഒരു റിക്കവറി ചെയ്ത വിത്ത് എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്യേണ്ട കാര്യം. ഒരു ഇൻസിഡന്റ്, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്, എൻ്റെ അനുഭവമേ അല്ല. ഞാൻ പറയുന്നത് അതാണ് ശരിക്കും ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. പറയുന്നത് എന്താ, ഞാൻ ആകെ ഭ്രാന്തി പിടിച്ചു, ഞാൻ ആകെ പ്രശ്നമായപ്പോൾ സ്പോൺസർ വിളിച്ചു, സ്പോൺസർ എന്നോട് ഇത് പറഞ്ഞു, അപ്പൊക്കിപ്പോ സമാധാനമായി. അതിൻ്റെ ഇടയിൽ നടന്ന ഈ സംഭവം മാത്രം ഈ മനുഷ്യൻ പറയില്ല. അങ്ങനത്തെ ഈ സ്പോൺസികൾ എന്താണ് നവാഗതർക്ക് കൊടുക്കുന്നത്? അപ്പൊ ഈ ഷെയറിങ് എന്ന് പറയുന്നത് അവിടെയും ഇവിടെയും തൊടാതെ ഈ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണ പോലെ എന്ന് പറയും, ഒരു തരം ഒഴുക്കം മട്ടില് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ശതമാനക്കുറവ് അംഗത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? പലർക്കും സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പോകുന്നതാണ്. ഞാൻ കാരണം ബിൽ വിൽസൺ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നു, വീൽ ചെയറിൽ. അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നു ഞാനാണ് ഇതിന്റെ സഹസ്ഥാപകൻ, മൊത്തം തലതൊട്ടപ്പൻ, എന്താ മുത്തുപ്പട്ടത്. അപ്പോ ഇത്രയും കഠിന ശ്രമങ്ങളും ഇത്രയും സന്ദേശങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് ഈ കൺവെൻഷൻ നിറഞ്ഞു കവിയും, എല്ലാം കൊണ്ടും ഇത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് എന്നൊരു അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ കഴിവുകേട് വിളിച്ചു പറയാൻ ബിൽ വിൽസന്റെ പല ആ ക്വാളിറ്റിയും പല അംഗങ്ങൾക്കും കിട്ടിയിട്ടില്ല. ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വളരെ അംഗസംഖ്യ കുറഞ്ഞൊരു കൺവെൻഷനിൽ വെച്ചിട്ട് അയാൾ പ്രഖ്യാപിച്ചത്, എൻ്റെ നോട്ടം കൊണ്ടോ ഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ രീതി കൊണ്ടോ ഏതെങ്കിലും ഒരു അംഗത്തിൽ തിരിച്ചു പോയോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. എത്ര പേർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എൻ്റെ ഷെയറിങ്ങിൻ്റെ ദുരുദ്ദേശപരമായ തീരുമാനം കാരണം, ഞാൻ ഷെയറിങ് കൊണ്ട് ക്രോസ് ഷെയറിങ് ചെയ്തിട്ടുള്ള അടിച്ചമർത്തലുകൾ കാരണം സഹിക്കാൻ വയ്യാതെ, എൻ്റെ ആവർത്തന വിരസത കാരണം, എൻ്റെ ഈ പഠിപ്പിക്കൽ രീതി കാരണം ഏതോ ഒരംഗം എപ്പോഴെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ
ആലോചിക്കണം. ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞു. ഷിബു ഒരിക്കൽ പറയും, കിണറിലെ പടവിലിരുന്ന് ചാടണോ അടുപ്പിൽ തീ പൂട്ടണോ എന്ന് ചിന്തിക്കുന്ന ഒരു റിലാപ്സുകാരന്റെ ഭാര്യ, മക്കൾ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അയാളോടൊപ്പം പ്രതീക്ഷയില്ലായ്മയിലേക്ക് തിരിച്ചു പോകുന്ന കുറെ എണ്ണം ബാക്കി നിരപരാധികളുണ്ട്. അപ്പൊ അത്രയ്ക്കും വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ ഷെയറിങ്ങിനെ എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ ഭീതിപ്പെടുത്തിയിട്ട് അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞു നടക്കുന്നു. ഇവൻ ആത്മാർത്ഥമായിട്ട് അവരെ രോഗമോചനത്തിന് പറഞ്ഞ കഥനകഥ സീരിയൽ പോലെ എന്താണ് ആഘോഷിച്ചിട്ട് കഥ പറച്ചിൽ മാത്രമാക്കി പുറം ചർച്ചകളിലേക്ക് വീഴ്ത്തുന്നു. ഇതാണോ ഷെയറിങ്? എങ്ങനെ ശക്തമായ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം? ഓരോരുത്തരും അതിന്റെ മാതൃകയാവുക. ആൽക്കഹോളിക്സ് അനോണിമസിൽ തലതൊട്ടൊപ്പന്മാരില്ല. ഇവിടെ രണ്ടാം പടിയുടെ അർത്ഥം മനസ്സിലായതോടുകൂടി ഞാൻ എൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു അംഗത്തിനും, ഒരു ഭാര്യയ്ക്കും, എൻ്റെ ഭാര്യയ്ക്കും, എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവിനും, കൂടെ ജീവിക്കുന്ന അമ്മയ്ക്കും മകൾക്കും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മിഡ് നൈറ്റ് ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിലെ ഒരു അംഗത്തിനും, ബിഗ് ബുക്കിനും, സ്പോൺസർക്കും എന്നെ രക്ഷിക്കാനാവില്ല. സത്യത്തിൽ എന്നെക്കാൾ വലിയ ശക്തിയിലേക്കുള്ള വഴികൾ മാത്രമാണ് നിങ്ങളെല്ലാവരും. എന്നെക്കാൾ വലിയ ശക്തിക്ക് മാത്രമേ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു മുഖാമുഖത്തിന്റെ ഇടയിൽ എനിക്ക് പാളിച്ചകൾ വരും, തിരുത്തും, തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അങ്ങനെ ഒട്ടനവധി പരിശ്രമങ്ങൾക്ക് ശേഷമാണ് കുടിക്കാത്തവനും കുടിക്കുന്നവനും ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. വന്നിട്ട് കുടിക്കുന്നവനും കുടിക്കാത്തവനും ഏതൊക്കെയോ തരത്തിൽ മദ്യത്തിനോടല്ലെങ്കിൽ മറ്റെന്തിനോടൊക്കെയോ പോരാട്ടം നിർത്തി എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. 24 മണിക്കൂർ പദ്ധതിയുടെ ഒരു ആത്മാർത്ഥമായ ഒരു സെൽഫ് ഇൻവെന്ററി 10-ാം പടി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടേക്കോയുള്ള പോരാട്ടങ്ങൾ എവിടേക്കോ നടത്തുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഷെയറിങ്ങിലും ഞാൻ നടത്തുന്ന ഷെയറിങ്ങിലും ഒരു സ്പോട്ട് ഇൻവെന്ററി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ എവിടേക്കോ റിസൈൻമെന്റുകൾ നിങ്ങൾക്ക് കേൾക്കുന്നവന് കേൾക്കാൻ പറ്റും. ശരിയായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവൻ ഏതൊക്കെയോ പകകൾ വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ ഇഷ്ടക്കേടുകൾ ഇവൻ വിളിച്ചു പറയുന്നുണ്ട്. ശരിയായിട്ട് എൻ്റെ പേര് റിസൈൻമെന്റ് തന്നെയാണ്, അതിന് വേറെ പേരൊന്നുമില്ല. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെങ്കിലും നല്ലതിന് വേണ്ടി പറയുന്നതാണെങ്കിലും വാക്കിലെ ആ ഒരു തീക്ഷ്ണതയും തീച്ചൂളയുടെ ചൂടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഒരു മദ്യാസക്തന്റെ ഒരു 24 അവറിൽ വരുന്ന നടപടിക്രമങ്ങൾ. അത് നാളെ ഞാൻ തിരുത്തുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ നാളത്തെ ഷെയറിങ്ങിൽ അത് മനസ്സിലാവുന്നു. വൈകാരികമായി സംയമനം പാലിക്കേണ്ടതുണ്ട്. ഞാൻ നന്നാക്കാൻ വന്നതല്ല എന്ന ഒഴുക്കം മട്ടിൽ ഒഴിഞ്ഞു നിൽക്കാനല്ല, നല്ലതിനെ നന്നാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്നാലേ ഞാനും നന്നാവുള്ളൂ. ആ രീതിയിലാവുമ്പോൾ ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ സ്വന്തമായ ഒരു നിലപാടിലേക്കും ആർജവത്തിലേക്കൊക്കെ എത്തി ഷെയറിങ്ങിന്റെ കാര്യത്തിന്റെ പ്രാധാന്യം. ഇനിയിപ്പോ ഷെയറിങ് എല്ലാം ഗംഭീരമായിട്ട് നടത്തി ആ മനുഷ്യൻ കുടിക്കില്ല, അല്ലെങ്കിൽ കുടിക്കാൻ സാധ്യതയുണ്ട്. ഷെയറിങ് അങ്ങനെ നടത്താത്തവർ കുടിക്കാതിരിക്കുന്നുമുണ്ട്. ഇവിടെ ഒരു അംഗം കമ്പയർ ചെയ്യേണ്ടത് ആ അംഗത്തിനെ തന്നെയാണ്. വർഷങ്ങളായിട്ട് ഷെയറിങ് നടത്താത്ത ആളെ എനിക്കറിയാം, കുടിക്കുന്നേ ഇല്ല, മീറ്റിങ്ങിലുണ്ടാവും, പാസ് താങ്ക് യു എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് അയാളെ വിളിച്ചാൽ അദ്ദേഹം പോവാറില്ല വർഷങ്ങളായിട്ട്. അതിഗംഭീര ഷെയറിങ് രാജാക്കന്മാർ വീണുപോയ ചരിത്രങ്ങളും എനിക്കറിയാം. അപ്പോൾ ആ മനുഷ്യൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത ഉത്തരം കിട്ടില്ല. എൻ്റെ ഇത്തരം മഹാമഹാ ഷെയറിങ്ങൾ എന്നെ എന്തുകൊണ്ട് വീഴ്ത്തി? എനിക്ക് ഷെയറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ, പ്രോഗ്രാമിലേക്ക് ഞാൻ പോയിട്ടില്ല. ആ ഒരു കണ്ടെത്തലാണ് ഇന്ന് ഷെയറിങ്ങിനും. അതുകൊണ്ട് ഞാൻ ഷെയറിങ് നിർത്തണം എന്ന് എവിടെയും പറയുന്നില്ല. ഷെയറിങ്ങിനോടൊപ്പം പദ്ധതി പരിശീലനം കൂടി വന്നപ്പോൾ പറയുന്ന ഷെയറിങ്ങിൻ്റെ ശൈലി മാറാൻ തുടങ്ങി. ആദ്യം ആർക്കോ വേണ്ടി പറയുന്ന ഊതുന്നൊരു കുഴൽ മാത്രമായി ഞാൻ. ഇന്ന് എനിക്കറിയാം എനിക്കത് തിരിച്ചടിക്കും. ഞാൻ മീറ്റിങ്ങിൽ ഷെയറിങ് നടത്തുമ്പോൾ അതിൽ ഇത്തിരി വെള്ളം ചേർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അരുചി ആദ്യം അനുഭവിക്കുന്നത് ഞാനാണ്. പറ്റിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ, ഇല്ലാ കഥകളൊക്കെ ഷെയറിങ്ങിൽ വന്നു പോകാറുണ്ട്. പക്ഷെ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അത് മാനേജ് ചെയ്യും. അത് സ്വാഭാവികമാണ്. കാരണം ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു കുടിയന്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും.
പക്ഷെ പിന്നീട് അത് ഈ പറയുന്ന 4-ാം പടി മുതൽ ഈ പറഞ്ഞ 11-ാമത്തെ പടി വരെ ഒരു അരിപ്പ പ്രയോഗം, ഒരു മനുഷ്യനെങ്ങനെ അരിച്ചെടുത്ത് അവന്റെ അപാകതകൾ മാറ്റി മാറ്റി അവസാനം അയാളുടെ ഒരു ശാന്തതയിലേക്ക് എത്തിക്കുന്ന പ്രക്രിയ പോലെ ഷെയറിങ് രീതികൾ ഒരു മനുഷ്യന്റെ ജീവിത രീതി വിളിച്ചോതും. ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്നെ പോലെ ഈ പൊട്ടിത്തെറിച്ച് കടകട എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. ഞാൻ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നല്ല ഭർത്താവാണ്, നല്ല കുട്ടിയാണെന്ന്, നല്ല കുട്ടിയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിലോ? അങ്ങനെയൊക്കെയുള്ള പരസ്പര വിരുദ്ധമായ ഷെയറിങ് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിനോടുള്ള മനോഭാവത്തിലെ മാറ്റവും സ്വീകാര്യതയിലേക്ക് വരുന്ന കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചില ചേഞ്ച് അതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ഷെയറിങ് രീതികൾ. ഒരു കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. ഒരു ഷെയറിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഷെയറിങ് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? ഒന്ന്, നമ്മളെ ചിന്തകൾ, ഈ പറഞ്ഞ ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നവനും ശക്തനും സൂത്രശാലിയുമാണ് മദ്യാസക്തൻ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് എനിക്ക് തോന്നാറുണ്ട്. അതിനുശേഷം മദ്യം. കാരണം മദ്യം പിന്നല്ലേ കുടിക്കുന്നുള്ളൂ, മദ്യാസക്തനല്ലേ ആദ്യം ഇത് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഈ പറയുന്ന ചിന്താകുഴപ്പം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഒന്ന് ഏകീകരിക്കാനും ക്രോഡീകരിക്കാനും തൻ്റെ ചിന്താഗതിയിലെ തെറ്റുകൾ കണ്ടെത്താനും അയാളെ ഷെയറിങ് ഉപകരിക്കും. കാരണം എൻ്റെ ഇപ്പോഴത്തെ ചിന്തകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മനസ്സ്. ഈ പറഞ്ഞു കഴിഞ്ഞ 11:30 ശേഷം എൻ്റെ ഒരു വിലയിരുത്തൽ നടക്കാനുണ്ട്. ആ വിലയിരുത്തലിൽ കൂടുതൽ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ വന്ന് ഈ അവസാന സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ എൻ്റെ അപാകതകൾ മാത്രമൊന്നുമല്ല വിലയിരുത്തൽ വരിക. അങ്ങനെ ഈ ഒരു കാര്യം, ആൽക്കഹോളിക്ക് എന്നും ഒരു ചാഞ്ഞ തെങ്ങായിട്ട് കാണരുത്. തെറ്റുകൾ മാത്രം വിലയിരുത്തുക, കുറ്റങ്ങൾ മാത്രം പറയുക. ഈ 24 മണിക്കൂറുകൾക്കിടയിൽ ഞാൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെ, എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, എനിക്ക് മറ്റൊരുത്തൻ്റെ പ്രചോദനമാവാൻ പറ്റിയോ, ഇതൊക്കെ നല്ല വശങ്ങളും ഇതിന്റെ ഭാഗം തന്നെയാണ്. എപ്പോഴും ഇതൊരു കീഴ്വഴക്കം പോലെ ഒരു ചാഞ്ഞ തെങ്ങ് ഈ പുഴത്തീരത്തൊക്കെ കാണാം. ആ തെങ്ങ് ഇങ്ങനെ ചാഞ്ഞങ്ങനെ കിടക്കും, ഓടിക്കേറാൻ എളുപ്പ. ഇത് എന്ത് ഗർഭവും ഏറ്റെടുക്കുന്ന പോലെ എല്ലാ കുറ്റവും ഇവരുടെ തലയിൽ. ഇനി അതിന് പറ്റില്ല. ഇനി എൻ്റെ നേർക്ക് നേരെ നിന്നുകൊണ്ട് ഞാൻ ഏറ്റവും മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ഈ തെങ്ങിന്റെ ഞാൻ എന്നെ വിലയിരുത്തുന്നു. എൻ്റെ ചിന്താഗതികളുടെ കേന്ദ്രം എവിടെ തുടങ്ങി രാവിലത്തെ ആ ചിന്തകൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, നൈമിഷികമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ആകുലനായത്, ആ ചിന്താഗതിയിൽ ഈ പറയുന്ന മനുഷ്യനെ ആ ഷെയറിങ്ങുകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യന് അന്നത്തെ ദിവസത്തെ പല ഷെയറിങ്ങുകളും വിലയിരുത്തലുകളായിട്ട് തോന്നാറുണ്ട്. നല്ല ഷെയറിങ്ങുകളാണ് അതൊക്കെ, അതാത് ദിവസത്തെ വിലയിരുത്തുന്ന ഷെയറിങ്ങുകൾ. ഒന്നും പറയാനില്ല എന്ന് പറയുന്ന മനുഷ്യനും 1-ാം പടിയെങ്കിലും ഷെയർ ചെയ്യാം. ഞാൻ മദ്യാസക്തനാണ്, അമിത മദ്യപാന രോഗിയാണ്, ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ന് കുടിച്ചില്ല. 1-ാം പടിയുടെ വലിയൊരു ഭാഗമാണത്. അത് ഷെയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് സീറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ പിന്നീട് ഷെയർ ചെയ്യാന്ന് പറയാം. അതുപോലും മടിക്കുന്ന ആളുകളുണ്ട്. അത് 1-ാം പടിയുടെ ഭാഗം അത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വിശ്വസിക്കാൻ അറിയാത്തത് കൊണ്ട്. പിന്നെ ചെറുതായിട്ട് തുടങ്ങുക. ഒരു പഴമക്കാരൻ, അദ്ദേഹം ഇന്ന് 35 വർഷം മറ്റുമായി, സീനിയർ അംഗം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 വർഷങ്ങളെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഭയം, വിറയ്ക്കും. എനിക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നോട് ഇതുപോലെ ടി.കെ. രവിയേട്ടൻ പറഞ്ഞു, ഒരു പാംലെറ്റ്, ആമുഖം എടുത്തിട്ട് ഇത് വായിക്കണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അടിമുടി വിറയ്ക്കുകയാണ്. മൂത്രമൊഴിക്കുമെന്നൊക്കെ, നനയുന്നുണ്ടോ, പാൻ്റൊക്കെ ഇങ്ങനെ വിറയ്ക്കുക, കൈയൊക്കെ വിറയ്ക്കുക. എന്നോട് അതന്നെ ചെയ്തുകൊണ്ടിരുന്ന അതുകൊണ്ട് മാറിക്കൊള്ളു എന്ന് പറഞ്ഞു. അടുത്ത മീറ്റിങ്ങിലും ചെയ്തു, പിന്നെയും ചെയ്തു. പിന്നെ അത് വിഷയമല്ലാതെ. അപ്പം അങ്ങനെ ഞാൻ ഈ സംസാരം എൻ്റെ രോഗശമനത്തിന് ഉപയോഗിച്ചു. അങ്ങനെ ചെറുതായി തുടങ്ങുന്ന പ്രവർത്തനങ്ങളിലൂടെ ഉള്ള മാറ്റം ഷെയറിങ്ങുകളിൽ ഉൾപ്പെടുത്തിയിട്ട് തൻ്റെ ഓർമ്മകളിൽ തൻ്റെ മറന്നുപോയ കാര്യങ്ങളെ റിവൈൻഡ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഷെയറിങ് തുടങ്ങാം. കാരണം അറിവില്ലായ്മ ഉള്ളവർ എന്നൊരു വിഭാഗം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇല്ല എന്ന് നവാഗതർ ആദ്യം മനസ്സിലാക്കുക. അറിവുള്ളവർ എന്നൊരു വേറൊരു വിഭാഗം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ട് എന്ന കാര്യം ഇല്ല എന്നും മനസ്സിലാക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആൽക്കഹോളിക് ഉണ്ട്, മദ്യാസക്തരായ ഒരു കൂട്ടം ആളുകൾ. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്.
അതുകൊണ്ടാണ് ഒരാളെ ഡിഗ്രിയും ടൈയും തൊപ്പിയും ഞാൻ മൈൻഡ് ചെയ്യാത്തത്. കാരണം ഞാൻ വന്നത് കാര്യത്തിന് അദ്ദേഹം വന്നിട്ട്, അത് മാത്രമേ ഞങ്ങൾ തമ്മിൽ ഇടപാടുള്ളൂ. ബാക്കിയൊക്കെ സെക്കൻഡറി. അതെനിക്ക് വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. അതെന്റെ മാത്രം കാര്യങ്ങൾ. അതിലുള്ള നാശനഷ്ടങ്ങൾ എനിക്കാണ്, മാറ്റങ്ങളും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പൊ ചെറുതായി തുടങ്ങുന്ന രീതിയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടോ ചെറിയ അനുഭവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടോ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം മറ്റൊരാളുടെ മോചനമാണ് എന്ന് ഓർക്കുക. സജീവമായിട്ട് ശ്രദ്ധിക്കുക. ഷെയറിങ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ലിസൺ ലിസൺ ലിസൺ. നിങ്ങൾ ജീവനോടുകൂടി ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് ട്രംപിന്റെ നയങ്ങളെ കുറിച്ച് ചിന്തിക്കാം, ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കാം, നാളത്തെ പ്രശ്നപരിഹാരം ചിന്തിക്കാം, മൊത്തം കടബാധ്യത ഷെയറിങ് കേട്ടുകൊണ്ട് മൊബൈൽ കമ്പ്യൂട്ടറിൽ കണക്ക് കൂട്ടാം, അതിൽ കിട്ടാനുള്ള പൈസ കിഴിക്കാം, ഒക്കെ ചെയ്യാം. ജീവൻ ഉണ്ടാവില്ല ഷെയറിങ് കേൾക്കുന്നതിൽ. സജീവമായ ശ്രദ്ധ. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന പണ്ട് ഈ മൊബൈൽ ഫോണിന്റെ സെല്ലുലാർ ഫോൺ ഇറങ്ങിയപ്പോൾ ഒരു പരസ്യം പോലെ ഒരു മനുഷ്യൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തു, ഞാൻ സ്വസ്ഥനായി സുബോധവനായി നിൽക്കുമ്പം വീട്ടുകാർ റിലാപ്സ് പോലെയാണ് പെരുമാറുന്നത്. അവർക്കൊരു ലക്കുലകാൻ തോന്നിയ പോലെ ഓരോന്ന് പറയുന്നു, ഇങ്ങോട്ട് ചാടിക്കളിക്കുന്നു. ഞാൻ കുടി നിർത്തി നല്ലപോലെ സുബോധവാനാണ്, അവർ ഇങ്ങനെ റിലാപ്സ് ആയ പെരുമാറുന്നു. ഞാൻ ആലോചിച്ചു, അവരുടെ ശാന്തമായ ജീവിതത്തിലേക്ക് ഞാൻ കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരല്ലേ? ശരിയാണ്, ഞാൻ ഇപ്പൊ ശാന്തമായി ജീവിക്കുമ്പോൾ അവരെനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത്രയും ആവട്ടെ എന്ന് കരുതി ഞാൻ ആ ഒരു പ്രശ്നവുമായിട്ട് അന്ന് മീറ്റിങ്ങിൽ പോയത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ എൻ്റെ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ ഇന്നത്തെ ഷിബു വിളിക്കുമ്പോൾ ആ മാനസിക വിഷമം കാരണം ഞാനില്ല, പിന്നെ നോക്കാന്ന് പറഞ്ഞ് ഞാൻ ഈ ഉത്തരവാദിത്തമൊക്കെ ഒഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ അലസനാവുന്നതും മടി പിടിക്കുന്നതും ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തവരാവുന്നതിനൊക്കെ പിന്നിൽ മാനസിക വൈകാരിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഏതോ ഒരു മനുഷ്യന്റെ ഷെയറിങ്ങിലൂടെ കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു ജില്ലയിൽ ഒരു കൺവെൻഷനായിട്ട് പോയി ബന്ധപ്പെട്ട് ലേഡി ആൽക്കഹോളിക് വന്നു. വിദേശത്ത് നിന്നാണ്, സിഡ്നിയാണോ കാനഡയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ വ്യക്തി, ആ ആൽക്കഹോളിക് ആയ വ്യക്തി, ലേഡി പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അവർ പറഞ്ഞത്, ഞാൻ ഈ വർഷങ്ങളായിട്ട് പ്രശ്നത്തിലാണ്, വർഷങ്ങളായിട്ട് ഞാൻ ഈ ജീവിതവുമായിട്ട് പോരടിക്കുകയാണ്, സുബോധവതിയാണ്, കുടിച്ചിട്ടില്ല, പക്ഷെ ഒട്ടനവധി പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പോഴും പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ തേടി നടന്ന് രാജ്യരാജ്യാന്തരങ്ങളെ യാത്ര ചെയ്യുന്നത് ഏത് മനുഷ്യനിലൂടെയാണ് എൻ്റെ പ്രശ്നം ദൈവം പരിഹരിക്കുന്നത് എന്ന് എനിക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ അറിയില്ല. കണ്ടെത്താനാവാത്തത് കൊണ്ട് ഞാൻ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ സജീവമായ ആ ലേഡി ആൽക്കഹോളിക്കിന്റെ ശ്രദ്ധ, ഓരോ ഷെയറിങ് അവർ കേൾക്കുന്നു. തൻ്റെ പൊതു പ്രശ്നത്തിന് ഒരു പരിഹാരം ഏതോ ഒരു മനുഷ്യന്റെ അനുഭവത്തിലൂടെ എനിക്ക് കിട്ടാനുണ്ട്. അതിനുവേണ്ടി അതാണ് മീറ്റിങ്ങിൽ അറ്റൻഡൻസിന്റെ പ്രാധാന്യം. അല്ലെ ഇന്റർഗ്രൂപ്പ് ഉണ്ടാക്കാൻ മീറ്റിങ്ങിൽ അറ്റൻഡൻസ് ഉണ്ടാക്കലോ, ട്രസ്റ്റിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് നേടാൻ സെക്രട്ടറി ആവലോ ഒന്നുമില്ല. ഇവൻ നിലനിന്നാൽ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇവന്റെ മീറ്റിങ്ങിലുള്ള അറ്റൻഡൻസ് ആവശ്യം ഇവന്റെ പൊതു പ്രശ്നത്തിന് പരിഹാരം മറ്റൊരുത്തിന്റെ ഷെയറിങ്ങിലൂടെ കിട്ടാൻ എവിടെയോ ഉണ്ട്. അത് ഇന്ന മീറ്റിങ്ങിൽ നിന്നാവില്ല. ഇപ്പൊ പലപ്പോഴും ഓൺലൈനിൽ ഞാൻ ചില നിശ്ചിത സാഹചര്യം മൂലമാവാം, പക്ഷെ എനിക്ക് നേരെ വികലമായിട്ടാണ് തോന്നുന്നത്. ചില ഓൺലൈൻ അഡിക്റ്റഡ് പേഴ്സൺസ് ഉണ്ടോന്ന്, അത് ചില ഗ്രൂപ്പുകളോട് മാത്രം, അവരതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റു ഓൺലൈൻ മീറ്റിങ്ങിൽ അവരെ ശബ്ദം പോലും കേൾക്കാറില്ല. പൊതുവായിട്ട് പൊതു പ്രശ്നമാണ്, പൊതു പരിഹാരമാണ്, പൊതു മീറ്റിങ്ങുകളാണ് എല്ലാം. ഇവിടെ പങ്കെടുക്കുന്നത് പോലെ, ഇവിടെ സംസാരിക്കുന്നത് പോലെ നാളെ രാവിലെ ചിലപ്പോൾ ജാലയിൽ ഞാൻ കോലാഹലം ഉണ്ടാക്കും, ചിലപ്പോൾ ജനമൈത്രിയിലായിരിക്കും കോലാഹലം ഉണ്ടാക്കുക. ഇതെല്ലാം എൻ്റെതാണ്, എൻ്റെ റിക്കവറിയാണ് പ്രയാസം, എൻ്റെ ആവശ്യം. അപ്പൊ അതുപോലെ പിന്തുണ, പ്രോത്സാഹനം, വാഗ്ദാനം അങ്ങോട്ട് കൊടുക്കുക. ഞാൻ ഉണ്ട് കൂടെ, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നിന്റെ ഇതേ പ്രശ്നം തന്നെയാണിത്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. അപ്പൊ ഷെയറിങ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു ഹായ് വിളി എന്നെ ഒച്ച കേട്ടാൽ അറിയാൻ പറ്റും. കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് കനത്തിൽ, കുറച്ച് ശബ്ദത്തിൽ കിട്ടും. പെട്ടെന്നൊരു ശബ്ദം ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ പേര് വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രദ്ധിക്കണം. എൻ്റെ പേര് സരുൺ, എൻ്റെ പേര് സനിൽ, എൻ്റെ പേര് സനീഷ്, എൻ്റെ പേര് റിഷാജ്, എന്താണെങ്കിലും ആ പേര്. സത്യത്തിൽ അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ട് എന്നത് മറ്റംഗങ്ങൾ അറിയുമ്പോൾ ആ അംഗങ്ങൾക്ക് ഓൺലൈനിൽ നേരിട്ട് കാണാത്തത് കൊണ്ട് ആ അംഗങ്ങൾക്ക് ആ നിങ്ങളിലോടുള്ള പേര് വിളിയിലൂടെ തന്നെ വലിയൊരു പിന്തുണ തരാൻ കഴിയുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കാൻ, ഞങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് പറയാം. അപ്പോ
ഇങ്ങനെ സ്വയം ഒരു താരതമ്യ പഠനത്തിലൂടെ മാത്രം ഷെയറിങ്ങിനെ വിലയിരുത്തി, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിഡ്ഢിത്തങ്ങൾ ഏരില്ല, വിവരമുള്ളവർ ഇല്ല, വിവരമില്ലാത്തവർ ഇല്ല, ആൽക്കഹോളിക്സ് മാത്രമേ ഉള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതു പ്രശ്നത്തിന് പൊതുപരിഹാരമായിട്ട് ഷെയറിങ് എന്ന രീതിയിലൂടെ മോചനത്തിന്റെ ആദ്യ ഈ പറയുന്ന മധുരം അല്ലെങ്കിൽ ജീവിതത്തിന്റെ രസം അറിയാൻ കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഷെയറിങ് നിർത്തില്ല. ഏത് കൊലകമ്പൻ നിങ്ങളോട് പറയാണ് മിണ്ടരുത് കേൾക്കൂ എന്ന് പറഞ്ഞാൽ പോവാൻ പറയും. നിങ്ങൾ പറയുന്നു സ്പോൺസറോട് മാത്രം പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയും. നിങ്ങൾ പറയുന്നു ദൈവത്തോട് പറയൂ, അല്ലെങ്കിൽ എനിക്ക് ദൈവമുണ്ട്. എൻ്റെ ഈ അഞ്ചാം പടി മിക്കവാറും എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്നോട് തന്നെയും മറ്റൊരാളോടും മീറ്റിങ്ങിലുള്ള ഏതോ ഒരുത്തനോടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ ദൈവത്തോടും. മൂന്നും കൂടിയും എനിക്ക് അഞ്ചാം പടിയിൽ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേക തപസ്സൊന്നും നേടേണ്ടി വന്നിട്ടില്ല. സുബോധാവസ്ഥ നിലനിർത്താൻ ഷെയറിങ്ങിന് അത്ഭുതകരമായ കഴിവുണ്ടെന്ന് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു അനുഭവം നിങ്ങൾ ആർക്കെങ്കിലും ഒരു പ്രചോദനമായിട്ടുണ്ടെങ്കിൽ ഞാനും അതിൻ്റെ ഒരു പങ്ക് പറ്റാൻ തയ്യാറാണ്. സുബോധം നിലനിർത്താൻ നമ്മളെക്കാൾ വലിയ ശക്തി എന്നും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. താങ്ക് യു അരുൺ കോശി, ഷിബു, എല്ലാവരോടും. താങ്ക് യു ചേട്ടാ. ഇന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് ഇതിനെ നന്ദി. ഈ അവസരത്തിൽ